കഥ തുടരുന്നു. സാർ, ഞാൻ വിക്ടറെ കൊന്നിട്ടില്ല. വിക്ടറുടെ ഏറ്റവും നല്ല കൂട്ടുകാരിൽ ഒരാളായിരുന്നു ഞാൻ. എന്നെ അവമാനിക്കരുത് സാർ. കരയും പോലെയായിരുന്നു അലക്സാണ്ടറുടെ ശബ്ദം. പിന്നെ വിക്ടറുടെ കൊലപാതകത്തിൽ നിനക്ക് എന്ത് റോളായിരുന്നു ഉണ്ടായിരുന്നത്? സത്യമായിട്ടും എനിക്കൊന്നും അറിഞ്ഞുകൂടാ സാർ. പക്ഷേ അതൊന്നും വിശ്വസിക്കാൻ CI മാർട്ടിൻ കൂട്ടാക്കിയില്ല. ഇപ്പോൾ സുഹൃത്തുക്കളാണ് കൂടുതൽ അപകടകാരികൾ, മാർട്ടിൻ പറഞ്ഞു. ആരെക്കുറിച്ചും യാതൊരു മുൻവിധിയും എടുക്കാൻ കഴിയാത്ത കാലം. സാറിന് നിർബന്ധമാണെങ്കിൽ ഞാൻ എൻ്റെ കുട്ടിയെ കാറിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരാം, തോമസ് ജോർജ് സംസാരിച്ചു. എന്നാലും പോലീസ് ജീപ്പിൽ അവനെ കൊണ്ടുപോകരുത്. പോലീസ് ജീപ്പ് അത്രയ്ക്ക് മോശപ്പെട്ട ഒരു വാഹനമാണോ? എങ്കിൽ അതൊന്നറിയണമല്ലോ. വിലങ്ങ് വെച്ച് തന്നെ ഇവനെ കൊണ്ടുപോകും. CI ഹെഡ് കോൺസ്റ്റബിളിന് നിർദ്ദേശം നൽകി. നിമിഷങ്ങൾക്കുള്ളിൽ അലക്സാണ്ടറുടെ കയ്യിൽ വിലങ്ങ് വീണു. അവൻ ദയനീയ ഭാവത്തിൽ ഡാഡിയെ നോക്കി. മിസ്റ്റർ മാർട്ടിൻ, ആരോടാണ് കളിക്കുന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഇതിൻ്റെ ഫലം തീർച്ചയായും നിങ്ങൾ അനുഭവിക്കും. ജോർജെ, താൻ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? CI അയാളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. ഫലം അനുഭവിക്കുമെന്ന് പറഞ്ഞത് തൻ്റെ മകളെ എൻ്റെ കൂടെ കല്യാണം കഴിപ്പിച്ച് കളയും എന്നോ മറ്റോ ആണോ? അങ്ങനെയൊന്നും ചെയ്തേക്കല്ലേ? തോമസ് ജോർജിൻ്റെ മുഖം വിളറിപ്പോയി. അലക്സാണ്ട്രയും കൊണ്ട് ജീപ്പ് പാഞ്ഞുപോയി. നദിക്കരയിലെ മൃതദേഹത്തിനരികിലേക്ക് ഒരു ഭ്രാന്തനെ പോലെ സത്യനാരായണൻ ഓടി വന്നു. മോനെ, അദ്ദേഹം അലറിക്കരയുകയായിരുന്നു. എന്നാലും എൻ്റെ മോനിങ്ങനെ പറ്റിയല്ലോടാ. കരിഞ്ഞ ആ മൃതദേഹത്തിലേക്ക് നോക്കിക്കൊണ്ട് തലയിൽ കൈവച്ച് മുൻ SP തറയിൽ കുത്തിയിരുന്നു. സാർ, ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്ന് അദ്ദേഹത്തെ സ്വാധീനിപ്പിക്കാൻ ശ്രമിച്ചു. വേണ്ട, ഒരുത്തരും ഒന്നും പറയണ്ട. നിങ്ങൾ എല്ലായിടവും അരിച്ചു പെറുക്കുന്നു എന്ന് പറഞ്ഞ് ഇതിനായിരുന്നോ എൻ്റെ മോൻ്റെ ശവം കാണിക്കാൻ? പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒന്നും പറഞ്ഞില്ല. എന്തിനാണ് നിങ്ങളൊക്കെ കാക്കിയും ഇട്ടുകൊണ്ട് നടക്കുന്നത്? കൂട്ടത്തിലുള്ള ഒരുത്തൻ്റെ ജീവൻ പോലും രക്ഷിക്കാൻ കഴിയാത്ത നിങ്ങൾക്കൊക്കെ ജോലി തന്നവനെയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. മകൻ സർവീസിൽ കയറി പറ്റിയത് എങ്ങനെയാണെന്ന് തങ്ങൾക്കറിയാമെന്ന് പറയുവാൻ പോലീസ് ഉദ്യോഗസ്ഥരുടെ നാവ് ധരിച്ചതാണെങ്കിലും തൽക്കാലം വേണ്ടെന്ന് വെച്ചു. അതൊക്കെ പറയുവാനുള്ള വേദി ഇതല്ല. മാത്രമല്ല, സത്യനാരായണൻ വയലൻ്റായിരിക്കുകയുമാണ്. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ സംഭവസ്ഥലത്ത് എത്തിച്ചേർന്നു. അവർ ഒരുവിധത്തിൽ സത്യനാരായണനെ അവിടെ നിന്ന് മാറ്റിയിട്ട് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് തയ്യാറാക്കി. അനന്തരം പ്രേതം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. കത്തിക്കരിഞ്ഞ ജീപ്പിനരികിൽ 4 പോലീസുകാരെ കാവൽ നിർത്തി. പോലീസ് സ്റ്റേഷൻ. സത്യം പറഞ്ഞാൽ നിനക്ക് ശരീരം അധികം വേദനിക്കാതിരിക്കും, CI മാർട്ടിൻ അലക്സാണ്ടറോട് പറഞ്ഞു. അതല്ലെങ്കിൽ നിന്റെ ശരീരം ഇഞ്ചിഞ്ചായി ചതച്ചിട്ടായാലും സത്യം പുറത്തു കൊണ്ടുവരാൻ ഞാൻ മടിക്കുകയില്ല. സത്യമാണ് സാറേ ഞാൻ പറയുന്നത്. വിക്ടറുടെ മരണത്തിൽ എനിക്ക് യാതൊരു മനസ്സറിവുമില്ല. ഇന്നലെ രാത്രി 11 മണിക്ക് ശേഷമാണെന്ന് തോന്നുന്നു ഞാൻ അവിടെ നിന്നും പോന്നത്. മാർട്ടിൻ്റെ സൂക്ഷ്മദൃഷ്ടികൾ അയാളുടെ മുഖത്ത് തറഞ്ഞു നിന്നു. പിന്നെ പോലീസ് നായ്ക്കൾ നിന്റെ വീട്ടിലേക്ക് ഓടി വന്നതും നിന്നെ കണ്ടപ്പോൾ കടിച്ചു കീറുന്ന ഭാവത്തിൽ നിന്നതും എന്തിനാണ്? അത് അവറ്റകൾക്കേ അറിയൂ. പറഞ്ഞു തീരും മുമ്പ് പടക്കം പൊട്ടുന്നത് പോലെ മുഖമടിച്ച് ഒരടിയേറ്റ് അലക്സാണ്ടർ വട്ടം കറങ്ങി. നായിൻ്റെ മോനെ, നീ എന്നോടാണോടാ കളിക്കുന്നത്? അലക്സാണ്ടർ എന്തോ പറയാൻ ഭാവിച്ചപ്പോൾ ഫോൺ ശബ്ദിച്ചു. CI അറ്റൻഡ് ചെയ്തു. ഓ സാർ, എനിക്കുറപ്പുണ്ട്. ഇല്ല, തുടങ്ങിയതേ ഉള്ളൂ. യെസ് ബട്ട് സാർ, ഞാൻ തെളിയിക്കാം. അപ്പോൾ അവസാനം നിരാശ നേടിക്കുന്ന ഭാവത്തിൽ റിസീവർ വച്ചിട്ട് അയാൾ അലക്സാണ്ടറെ തിരിഞ്ഞു നോക്കി. പണമുള്ള പട്ടി കഴിവട്ട് മോൾമാർക്ക് എന്ത് തന്തയ്ക്ക് കൈകയും കാണിക്കാം. അച്ഛന് മുമ്പേ ഉണ്ടായ കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അതിന് കൂട്ടു നിൽക്കാനും. നീ ചെല്ല്. നിന്റെ തദ്ദ SP സാറിൻ്റെ ഭാര്യയുടെ അടിപ്പാവട കഴുകി കൊടുക്കാമെന്ന് ഏറ്റു കാണും. മേലുദ്യോഗസ്ഥനുള്ള പക അലക്സാണ്ടറെ നേർക്കായി. സാർ, മര്യാദയ്ക്ക് സംസാരിക്കണം. തൻ്റെ ഡാഡി കാണേണ്ടവരെ കണ്ടു കഴിഞ്ഞു എന്നുറപ്പായപ്പോൾ അലക്സാണ്ടർക്കും ധൈര്യമായി. അല്ലെങ്കിൽ നീ എന്ത് ചെയ്യുമടാ? ചോദിച്ച നേരത്തെ തന്നെ വീണ്ടും അടി വീണു കഴിഞ്ഞിരുന്നു. SP സാറല്ല, സാക്ഷാൽ മിനിസ്റ്റർ നേരിട്ട് വന്ന് പറഞ്ഞാലും കസ്റ്റഡിയിൽ കിട്ടിയ പ്രതിയെ 4 പൂശാതെ ഞാൻ വിട്ടില്ല. ശരിക്കും തൻ്റെ കൈയുടെ തരിപ്പ് തീർന്നതിന് ശേഷമാണ് അലക്സാണ്ടറെ അയാൾ വിട്ടത്. അടുത്ത നിമിഷം തന്നെ മകനെ കൊണ്ടുപോകാനെത്തിയ അച്ഛൻ്റെ കാർ മുറ്റത്തെത്തുകയും ചെയ്തിരുന്നു. ഡാഡി വേച്ചു പോകുന്ന കാലടികളോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അലക്സാണ്ടർ കാറിൽ കയറിയത്. പോലീസ് സർജൻ ഡോക്ടർ നാസർ ഉച്ചയ്ക്ക് ഡോക്ടേഴ്സ് ഗാർഡനിലുള്ള തൻ്റെ വസതിയിലെത്തിയപ്പോൾ സമയം 2 മണി. വിക്ടറുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം എത്തിയത്. ഇനി റിപ്പോർട്ട് തയ്യാറാക്കണം. ഭാര്യ കാത്തിരിക്കുകയായിരുന്നു. അവളുടെ ഒപ്പം ഡൈനിങ് റൂമിലേക്ക് പോകുമ്പോൾ മുറ്റത്ത് ഒരു ബെൻസ് കാർ വന്നു നിൽക്കുന്നത് ജനാലയിലൂടെ കണ്ടു. ഡോക്ടർ ശ്രദ്ധിച്ചു നോക്കി. ഒരാൾ മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും അയാൾ ഇറങ്ങുന്നതുവരെ ഡോക്ടർ നോക്കി നിന്നു. ഏറിയാൽ 30 വയസ്സ് തോന്നിക്കുന്ന അതിസുന്ദരനായ ഒരു യുവാവ്. ഡേ നൈറ്റ് ഗ്ലാസ് മുഖത്ത് വെച്ചിട്ടുണ്ട്. ഗ്ലൗസ് അണിഞ്ഞ് കയ്യിലൊരു വലിയ ബ്രീഫ് കേസ്. അയാൾ വാതിൽക്കിലേക്ക് നടന്നു വന്നപ്പോൾ ഡോക്ടർ നേരിട്ട് വന്ന് വാതിൽ തുറന്നു. ഹലോ. ആഗതൻ ചിരിച്ചു. ഹലോ, അകത്തേക്ക് വരാം. ആ മനുഷ്യനോട് ഒരു പ്രത്യേക ആദരവ് തോന്നിയിരുന്നു ഡോക്ടർക്കും. അയാൾ കടന്നിരുന്നു. പിന്നെ ഒരു ചുരുട്ടെടുത്ത് ചുണ്ടിൽ വെച്ചു. പുകവലിക്കുന്നതിൽ ഡോക്ടർക്ക് പരിഭവമില്ലല്ലോ? നോ. അയാളത് കത്തിച്ച് 2-3 കവിൾ പുക ഊതിവിട്ടു. ഡോക്ടറും ഇരുന്നു. ആം ലക്ഷ്മണ ഫ്രം ബോംബെ. ആഗതൻ സ്വയം പരിചയപ്പെടുത്തി. ഞാനാണ് ഇന്നലെ രാത്രിയിൽ സത്യനാരായണൻ്റെ മകനെ തട്ടിക്കൊണ്ടുപോയത്. ഡോക്ടർ നടുങ്ങിപ്പോയി. ലക്ഷ്മണ ചിരിച്ചിട്ട് തുടർന്നു. ഡോക്ടർ ഭയപ്പെടുകയൊന്നും വേണ്ട. ഞാൻ വന്നത്
അയാൾ കീശയിൽ നിന്നും സാമാന്യ വലിപ്പമുള്ള ഒരു കവർ എടുത്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. ആരുടെ? ഡോക്ടർക്കൊന്നും പിടികിട്ടിയില്ല. ഇന്ന് നിങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡെഡ് ബോഡിയുടെ. അത് തയ്യാറാക്കേണ്ടത് ഞാനല്ലേ? അതെ, പക്ഷേ ഡോക്ടറുടെ ജോലിഭാരം കുറയ്ക്കാമെന്ന് വെച്ചു. നിങ്ങൾക്ക് ഭ്രാന്താണോ മിസ്റ്റർ? അങ്ങനെയും ചിന്തിക്കാം. നിങ്ങൾ വേഗം പുറത്തു പോകണം. ഓഫ് കോഴ്സ്. അയാൾ മെല്ലെ ചിരിച്ചു. വെറുതെ കളയുവാൻ എനിക്കും സമയം കുറവാണ്. എങ്കിൽ പിന്നെ എന്തിനു വൈകുന്നു? വന്ന ലക്ഷ്യം പൂർത്തിയായില്ലല്ലോ. അയാൾ തൻ്റെ ബ്രീഫ് കേസ് ടീപ്പോയിൽ വെച്ച് തുറന്നു. അതിനുള്ളിലേക്ക് നോക്കിയ ഡോക്ടർക്ക് തല മരവിക്കുന്നത് പോലെ തോന്നി. അടുക്കി വെച്ചിരിക്കുന്ന 100-ൻ്റെ നോട്ട് കെട്ടുകൾ. ഇത് 5 ലക്ഷം രൂപയുണ്ട്. പെട്ടി അടച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. പിന്നെ റിവോൾവർ കീശയിൽ നിന്നും എടുത്ത് ഡോക്ടറുടെ മുന്നിൽ തന്നെ ഡീപ്പോയിൽ വെച്ചു. ഇവ രണ്ടിൽ ഏത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് ഡോക്ടറാണ്. ഡോക്ടർക്ക് വിവാഹം കഴിപ്പിച്ചയക്കാൻ ഇനി 4 സഹോദരിമാർ കൂടിയുണ്ട് എന്നുള്ള കാര്യം വിസ്മരിക്കേണ്ട. അതിനൊക്കെ അത്യന്താപേക്ഷിതമാണ് പണം. പണം താങ്കൾക്ക് വേണ്ടെങ്കിൽ താങ്കളുടെ ജീവൻ എനിക്ക് കൊണ്ടുപോകേണ്ടി വരും. പിന്നീട് ഒരിക്കൽ പണം വാങ്ങിയ കാരണം പറഞ്ഞ് ഇപ്പോൾ കേന്ദ്രത്തിൽ നടക്കുന്നത് പോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കില്ല. മരിക്കേണ്ടവൻ തന്നെയാണ് വിക്ടർ. ആയുസ്സിൽ കൂടുതൽ അവൻ ജീവിച്ചു കഴിഞ്ഞു. ഡോക്ടർ നാസർ യാതൊന്നും സംസാരിക്കാതെ എല്ലാം കേൾക്കുകയാണ്. ഇനിയും പലരുമുണ്ട് മരിക്കുവാൻ. അവർക്കൊക്കെ ഇതുപോലെ ഞാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ഡോക്ടറുടെ അരികിൽ വരും. ഒരു പോസ്റ്റ്മോർട്ടം കഴിയുമ്പോൾ താങ്കൾക്ക് കിട്ടുന്ന പ്രതിഫലം 5 ലക്ഷം രൂപ. എങ്ങനെയുണ്ട്? നല്ല ബിസിനസ് അല്ലേ? ഡോക്ടർക്ക് ശബ്ദിക്കാൻ കഴിയുന്നില്ല. നാവ് മരവിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും അപ്പുറത്തു നിന്ന് ഈ രംഗം കണ്ടു. ഡോക്ടർ ടീപ്പോയിലിരിക്കുന്ന റിവോൾവറിലേക്കും പണം അടങ്ങിയ പെട്ടിയിലേക്കും നോക്കി. ലക്ഷ്മണ സാവധാനം ചുരുട്ട് പുകച്ചുകൊണ്ടിരുന്നു. ഈ റിവോൾവർ എടുത്ത് ലക്ഷ്മണയ്ക്ക് നേരെ ഉന്നം പിടിച്ചാലോ എന്ന് നാസർ ചിന്തിച്ചു. അതുമാത്രമല്ല, ഉടനെ അദ്ദേഹം അത് പ്രാവർത്തികമാക്കുകയാണുണ്ടായത്. ലക്ഷ്മണയ്ക്ക് സ്വപ്നം കാണുവാൻ പോലും പറ്റാത്ത സെക്കൻഡിനുള്ളിൽ ഡോക്ടർ നാസർ ആ റിവോൾവർ ചാടിയെടുത്ത് അയാൾക്ക് നേരെ ചൂണ്ടി. നീ എന്താണ് എന്നെക്കുറിച്ച് വിചാരിച്ചത്? നിന്റെ ഭീഷണിക്ക് പണത്തിന് മുന്നിൽ തലകുനിക്കുമെന്നോ? ലക്ഷ്മണയുടെ നെറ്റി ചുളിഞ്ഞു. ഡോക്ടർ, നിങ്ങൾ അപകടം വിലയ്ക്ക് വാങ്ങുകയാണ്. പോടാ. ഇപ്പോൾ ഞാൻ പറയുന്നത് നീ കേൾക്കും. കൈകൾ ഉയർത്തടാ. ഇല്ലെങ്കിലോ നിന്റെ തലയോട് ഞാൻ വെടിവെച്ച് തകർക്കും. ഇത് ഏതോ നോവലിലെ ഡയലോഗാണല്ലോ. തൽക്കാലം എനിക്ക് അനുസരിക്കാൻ പറ്റില്ല. ലക്ഷ്മണ ചുരുട്ട് ഒന്നുകൂടി ആഞ്ഞു വലിച്ചു. നീ എൻ്റെ നേരെ നിറയൊഴിക്കുന്നത് ഞാനൊന്ന് കാണട്ടെ. ആ ധൈര്യത്തിന് മുന്നിൽ നാസർ പതറി. താൻ വെടിവെച്ച് ഇയാൾ മരിച്ചാൽ പിന്നീട് തൻ്റെ കരിയറാണ് നഷ്ടമാകുന്നത്. ഒന്നും പറ്റാത്ത ഒരവസ്ഥയിലായി അദ്ദേഹം. ലക്ഷ്മണ ചിരിച്ചു. പിന്നെ കൈനീട്ടി. ആ റിവോൾവർ ഇങ്ങ് തന്നേരെ. അറിയാൻ പാടില്ലാത്തവർക്ക് ഉപയോഗിക്കുവാനുള്ള വസ്തുവല്ല ഇത്. അനുസരണയുള്ള ഒരു കുട്ടിയെ പോലെ ഡോക്ടർ റിവോൾവർ കൊടുത്തു. ലക്ഷ്മണയുടെ കണ്ണുകൾക്ക് എക്സ്റേയുടെ ശക്തിയുണ്ടെന്ന് നാസർക്ക് തോന്നി. അപ്പോൾ ഞാൻ പോകുന്നു. എല്ലാം പറഞ്ഞതുപോലെ. നാളെ തന്നെ വീണ്ടും കാണാം. താൻ കൊണ്ടുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പെട്ടികളിലെ നോട്ടിൻ്റെ ഒപ്പം വെച്ചിട്ട് ലക്ഷ്മണ എണീറ്റു. പേടിക്കേണ്ട. താങ്കൾക്ക് ഞാൻ എന്നും നല്ലൊരു സുഹൃത്തായിരിക്കും. എനിക്ക് താങ്കളെ ഏത് തരത്തിൽ സഹായിക്കുന്നതിനും മടിയൊന്നുമില്ല. ചോദിക്കാൻ താങ്കൾ മടിക്കുകയേ വേണ്ട. അയാൾ ഇറങ്ങിപ്പോയി. ബെൻസുകാർ ഗേറ്റ് കടന്നപ്പോൾ നാസർ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഓടി അടുത്ത് വന്നു. ഞാൻ ആകെ ഭയന്നു പോയി. നാസർ ഭാര്യയൊന്ന് നോക്കി. പിന്നെ അയാൾ കൊണ്ടുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ചു. കൊലപാതകം നടന്നത് രാത്രി 2-നും 3-നും ഇടയ്ക്കാണെന്നും അതിനു മുമ്പ് വിക്ടറുടെ ശരീരത്തിലെ ഓരോ അസ്ഥികളും അടിച്ചൊടിച്ചിരുന്നുവെന്നും മരിക്കുന്നതിന് മുമ്പാണ് തീ കത്തിച്ചതെന്നും മറ്റുമായിരുന്നു റിപ്പോർട്ടിൻ്റെ ചുരുക്കം. ഇയാൾ എന്തൊരു മനുഷ്യനാണ്? ഡോക്ടർ അറിയാതെ പറഞ്ഞുപോയി. താൻ നൽകാനിരുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ നേരെ വിപരീതം. ആരാണ് ഈ ലക്ഷ്മണ? ഷക്കിലെ ഡോക്ടറെ നോക്കി. അറിഞ്ഞുകൂടാ. പക്ഷേ ഈ പേര് എവിടെയോ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇക്കായുടെ ഉദ്ദേശം എന്താണ്? അയാളെ അനുസരിക്കുക തന്നെ. അല്ലെങ്കിൽ എൻ്റെ തങ്കക്കുടത്തിന് എന്നെ നഷ്ടമായാലോ? അദ്ദേഹം ഭാര്യയെ ചേർത്തണച്ചു. നീ ഈ പെട്ടി കൊണ്ടുപോയി നമ്മുടെ സേഫിൽ വെച്ചേര്. അവൾ അതും എടുത്തുകൊണ്ട് അപ്പുറത്തേക്ക് പോയപ്പോൾ നാസറുടെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു. തൻ്റെ 4 സഹോദരിമാരുടെയും നിക്കാഹ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തെളിഞ്ഞു. ലക്ഷ്മണ എന്ന കൊലയാളിയെ തേടി പോലീസ് ഉദ്യോഗസ്ഥന്മാർ പരക്കം പാഞ്ഞു. യാതൊരു തുമ്പും കിട്ടുന്നില്ല. ഒരുപക്ഷെ തൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കിയ ശേഷം അയാൾ കേരളം വിട്ടോ എന്ന് പോലും CI മാർട്ടിൻ സംശയിക്കാതിരുന്നില്ല. ഇതിനിടെ ലക്ഷ്മണയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. ബോംബെ അധോലോക ചക്രവർത്തി മഹാരാജ റെഡ്ഡിയാറുടെ വലം കൈയാണ് ലക്ഷ്മണ. ബോംബെ പോലീസ് പോലും ലക്ഷ്മണയെ ബഹുമാനിക്കുന്നു. ഒരിക്കൽ പോലും അയാളെ ആരും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇതിനിടെ സർക്കുലേഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ചില പത്രങ്ങൾ ലക്ഷ്മണയുമായി അഭിമുഖം നടത്തിയെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നിറം പിടിപ്പിച്ച വാർത്തകൾ എഴുതി. പക്ഷേ ഒറ്റ പത്രത്തിൽ പോലും ലക്ഷ്മണയുടെ ഒരു ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടില്ല. ഒരു ദിവസം അന്വേഷണം കഴിഞ്ഞ് CI മാർട്ടിൻ തൻ്റെ ക്വാർട്ടേഴ്സിലെത്തിയ ഉടനെ ഫോൺ ശബ്ദിച്ചു. അപ്പോൾ സമയം രാത്രി 11 മണി കഴിഞ്ഞിരുന്നു. മാർട്ടിൻ റിസീവർ എടുത്തു. ഹലോ, മാർട്ടിൻ സാറല്ലേ? അതെ സാറ് നാളെ ആ ക്വാർട്ടേഴ്സിൽ കാണുമോ? എന്താ അങ്ങനെ തിരക്കുന്നത്? നിങ്ങളാരാണ്? അത് പിന്നീട് ഒരിക്കൽ പറയാം. തൽക്കാലം ഇത്രയും മാത്രം അറിഞ്ഞാൽ മതി. തോമസ് ജോർജും അലക്സാണ്ടറും കൂടി നിങ്ങളെ ഏതെങ്കിലും ഓണം കേറാമൂലയിലേക്ക് സ്ഥലം മാറ്റുവാൻ ശ്രമിക്കുന്നു. വകുപ്പ് മന്ത്രിയുമായി ഇപ്പോൾ അവർ തലസ്ഥാന നഗരിയിലെ ഔദ്യോഗിക വസതിയിലിരുന്ന് സംസാരിക്കുകയാണ്. CI മാർട്ടിൻ അറിയാതെ ഒന്ന് ഞെട്ടി. നിങ്ങൾ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? അതൊന്നും തൽക്കാലം സാർ അറിയണ്ട. ഈ ട്രാൻസ്ഫറിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ? ഉണ്ട്, അറിയാതെ മാർട്ടിൻ പറഞ്ഞുപോയി. എങ്കിൽ തുടർന്ന് അപ്പുറത്തുനിന്ന് ഉയർന്ന ശബ്ദം മാർട്ടിൻ ശരിക്കും ശ്രദ്ധിച്ചു കേട്ടു.
ഇരുട്ടിൻ്റെ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് പോലീസ് വാഹനങ്ങളുടെ മോളൽ മുഴങ്ങി. റോഡിൽ അങ്ങിങ്ങും കെട്ടിക്കിടന്നിരുന്ന ചെളിവെള്ളത്തെ തെറിപ്പിച്ചുകൊണ്ട് ജീപ്പുകൾ പാഞ്ഞുപോയി. അവയ്ക്ക് മുകളിലെ സിഗ്നൽ ലൈറ്റ് അതിദ്രുതം മിന്നിക്കൊണ്ടിരുന്നു. ഏറ്റവും മുന്നിലെ ജീപ്പിൽ തന്നെയുണ്ടായിരുന്നു CI മാർട്ടിൻ. അയാളുടെ കൈകളിൽ ഒരു വയർലെസ് ഇരിപ്പുണ്ട്. ഇടയ്ക്കിടെ അയാൾ ആർക്കോ മെസ്സേജ് കൊടുക്കുന്നുണ്ട്. പ്രധാന പാത വിട്ട് ജീപ്പുകൾ ഇടത്തേക്ക് തിരിഞ്ഞു. കടപ്പുറത്തേക്ക് പോകുന്ന വഴിയാണിത്. ബണ്ടും ഫിഷറീസ് ഫാക്ടറിയും ഒക്കെ അവിടെയാണ്. ബണ്ടിന് വടക്കു ഭാഗത്തുകൂടി ജീപ്പുകൾ പിന്നെയും 1 കിലോമീറ്ററോളം ഓടി. അവിടെ കായലിനും കടലിനും ഇടയിൽ അതിമനോഹരമായ ഒരു ബംഗ്ലാവ് ഉണ്ടായിരുന്നു. ചുറ്റും മതിൽ കെട്ടിയ മുറ്റത്ത് നിറയെ തൈത്തെങ്ങുകൾ നിറഞ്ഞ ബംഗ്ലാവ്. തെങ്ങുകളിൽ തറയിൽ സ്പർശിക്കുവാൻ പാകത്തിൽ താഴ്ന്നു കിടക്കുന്ന തെങ്ങിൻ കുലകൾ. ഇടയ്ക്കിടെ തെളിഞ്ഞു നിൽക്കുന്ന നിയോൺ ബൾബുകളും ആ തെങ്ങുകളും വളരെ രസകരമായ കാഴ്ചയാണ്. ഗേറ്റിൽ ആരും ഉണ്ടായിരുന്നില്ല. അതിനു മുന്നിൽ ജീപ്പുകൾ നിന്നു. അതിൽ നിന്നും ഇറങ്ങിയ ഒരു പോലീസുകാരൻ ഗേറ്റ് തുറന്നു കൊടുത്തു. 4 ജീപ്പുകളും അകത്ത് കടന്നയുടനെ പോലീസുകാരൻ ഗേറ്റ് അടച്ച് പുറത്തു നിന്നു ഓടാമ്പലിട്ടുകൊണ്ട് അവിടെ കാവൽ നിന്നു. പോർച്ചിൽ 2 കാറുകൾ കിടപ്പുണ്ട്. CI മാർട്ടിൻ തറയിലിറങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ പോലീസുകാർ വീട് വളഞ്ഞു. കനത്ത കാലടികളോടെ മാർട്ടിൻ പ്രധാന വാതിൽക്കലേക്ക് നീങ്ങി. കൈനീട്ടി കോളിംഗ് ബെല്ലിൻ്റെ സ്വിച്ച് അമർത്തി. അകത്ത് പക്ഷി ചിരിക്കുന്ന ശബ്ദം. സെക്കൻഡുകൾക്കുള്ളിൽ അകത്ത് ചലനം കേട്ടു. ആരാ? പരുക്കൻ ശബ്ദം. പോലീസാണ്. വാതിൽ തുറക്ക്. അകത്ത് വേഗത്തിൽ അകന്നകന്നു പോകുന്ന കാലടികൾ. തുറക്കട റാസ്കൽ, വാതിൽ. മറുപടിയില്ല. ഇൻസ്പെക്ടർ വാതിലിൻ്റെ ഹാൻഡിലിൽ പിടിച്ച് തിരിച്ചു. ചലിക്കുന്നില്ല. അയാൾ പിന്നോട്ട് മാറി കുതിച്ചു ചെന്ന് വാതിലിൽ ചവിട്ടി. എന്നാൽ അതിനും 1 സെക്കൻഡ് മുമ്പ് വാതിൽ തുറക്കപ്പെട്ടിരുന്നു. മാർട്ടിൻ മുഖമടിച്ച് ആ ബംഗ്ലാവിൻ്റെ വിസിറ്റിംഗ് റൂമിൽ വീണുപോയി. അവിടെ നിന്നും അയാൾ ചാടി എണീറ്റു. വാതിൽ തുറന്നത് ഗുണ്ടയെ പോലെ തോന്നിക്കുന്ന ഒരുവനായിരുന്നു. അവൻ്റെ മുഖമടച്ച് അടി വീണു പല തവണ. സാർ, അവൻ മാർട്ടിൻ്റെ കയ്യിൽ കടന്നു പിടിച്ചു. എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങളെന്നെ മർദ്ദിക്കുന്നത്? മാർട്ടിൻ അവനെ രൂക്ഷമായി നോക്കി. ഞാൻ വാതിൽ തുറക്കാൻ പറഞ്ഞപ്പോൾ നീ ആരെ വിവരമറിയിക്കാനാടാ ഓടിയത്? ഞാൻ ഒരിടത്തും പോയില്ല. ആഹാ. അവൻ്റെ കൈ തട്ടി കളഞ്ഞിട്ട് മാർട്ടിൻ മുഖമടച്ച് ഒരടി കൊടുത്തു. അവൻ പിന്നോട്ട് മലർന്നു വീണു. മൂക്കിൽ നിന്നും രക്തം കിനിഞ്ഞു വന്നു. അവൻ്റെ ഷർട്ടിൽ പിടിച്ച് അയാൾ മുകളിലേക്ക് ഉയർത്തി. ആരുടേതാണ് ഈ ബംഗ്ലാവ്? തോമസ് ജോർജ് സാറിൻ്റെ. എന്താണ് ഇവിടുത്തെ ബിസിനസ്? ഇവിടെ അദ്ദേഹവും മകനും വന്ന് താമസിക്കാറുണ്ട്. കുറച്ചപ്പുറത്താണ് അവരുടെ ചെമ്മീൻ ഫാക്ടറി. ചെമ്മീൻ്റെ മറവിൽ മറ്റെന്തൊക്കെ കയറ്റി അയക്കുന്നുണ്ട്? എനിക്കറിഞ്ഞുകൂടാ. ഇപ്പോൾ ഇവിടെ മറ്റാരൊക്കെയുണ്ട്? ഞാൻ മാത്രമേ ഉള്ളൂ സാർ. ഐ സി. ഇൻസ്പെക്ടർ അവൻ്റെ ഷർട്ടിലെ പിടിവിട്ടിട്ട് മുറിയിലൂടെ അങ്ങിങ്ങ് നടന്നു. വലത് കൈവിരലുകൾക്കിടയിൽ കെയിൻ പമ്പരം പോലെ കറങ്ങി. രാജകീയ പ്രൗഢി വിളിച്ചറിക്കുന്ന ഒരു വിസിറ്റിംഗ് റൂമായിരുന്നു അത്. ചന്ദനത്തിൽ തീർത്ത ആനയും ലക്ഷങ്ങൾ വില വരുന്ന ഫർണിച്ചറുകളുമൊക്കെ അവിടുത്തെ പ്രത്യേകതകളായിരുന്നു. ഗുണ്ട ഒന്നും പറയാതെ നിൽക്കുകയാണ്. പുറത്ത് കിടക്കുന്ന കാറുകൾ രണ്ടും തോമസ് ജോർജിൻ്റെതാണോ? ആ ചോദ്യത്തിന് മുന്നിൽ ഗുണ്ട പരുങ്ങി. എന്തേടാ അത്? അയാൾ അവൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുയർത്തി. നിനക്ക് കുറച്ച് ദിവസം കൂടി ജീവിച്ചിരിക്കണോ? സാർ, കിടന്നലറാതടാ. ഇൻസ്പെക്ടർ കെയ്യൻ അയാളുടെ വായിലേക്ക് കടത്തി. മര്യാദയ്ക്ക് പറഞ്ഞു, ആരുടേതാണ് ആ കാറുകൾ? തനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ലെന്ന് അയാൾ ആംഗ്യം കാട്ടി. ഇൻസ്പെക്ടർ വായിൽ നിന്നും കെയ്യൻ എടുത്തു. കാറുകളിലൊന്ന് SP സാർ വന്നതാണ്. അത് കേട്ട് മാർട്ടിൻ കണ്ണു വീഴ്ച്ചു. എന്നിട്ട് അദ്ദേഹം എവിടെ? അകത്തെ മുറിയിലുണ്ട് സാർ. മറ്റേ കാറോ? അത് സ്ഥലം MLAയുടേത്. അദ്ദേഹം അകത്തുണ്ടോ? ഉണ്ട്. അതിൻ്റെ ഫോൺ സന്ദേശം തന്നെ വെട്ടിലാക്കാനായിരുന്നോ എന്ന് അയാൾ സംശയിച്ചു. അവർ ഇവിടെ എന്തെടുക്കുകയാണ്? ഗുണ്ട അപ്പോഴും പരുങ്ങി. മാർട്ടിന് ജിജ്ഞാസയായി. എവിടെയാണ് അവരെന്ന് കാട്ടിത്തരൂ. ഗുണ്ടയെ മുന്നിൽ നടത്തിക്കൊണ്ട് മാർട്ടിൻ അകത്തേക്ക് പോയി. അവിടെ മാർട്ടിൻ്റെ നെറ്റി ചുളിഞ്ഞു. 2 യുവതികളുമായി മദ്യലഹരിയിൽ കൂത്താടുകയാണ് SP ചന്ദ്രശേഖരനും MLA ആദിത്യനും. മാർട്ടിൻ ഗുണ്ടയെയും കുട്ടി പുറത്തേക്ക് പോയി. പിന്നെ ഒരു കോൺസ്റ്റബിളിനെ വിളിച്ചു. അയാൾ ഒരു പൊതി CIയെ ഏൽപ്പിച്ചു. മാർട്ടിൻ തനിയെ വീണ്ടും അകത്തേക്ക് പോയി. പൊതി അഴിച്ചു ഒരു ക്യാമറ. SP-യുടെയും MLAയുടെയും പലതരം ചിത്രങ്ങൾ ക്യാമറയിൽ പതിഞ്ഞു. ക്യാമറ വീണ്ടും പൊതിക്കുള്ളിലാക്കി തിരികെ വന്ന് കോൺസ്റ്റബിളിനെ ഏൽപ്പിച്ചു. അനന്തരം ഗുണ്ടയെ നോക്കി. അവരൊക്കെ അകത്തുണ്ടായതുകൊണ്ട് ഇപ്പോൾ റെയ്ഡ് ചെയ്യുന്നില്ല. അയാൾ പുറത്തേക്ക് നടക്കാൻ ഭാവിച്ചു. പിന്നെ തിരിഞ്ഞു നിന്ന് തുടർന്നു. ഞാൻ ഈ കാഴ്ചകളൊക്കെ കണ്ടെന്ന് SP-യോടും MLAയോടും പറഞ്ഞാൽ അവർ ആദ്യം കൊല്ലുന്നത് നിന്നെയായിരിക്കും. ഗുണ്ട തലകുലുക്കി. പോലീസ് ജീപ്പുകൾ അവിടെ നിന്നും തിരികെ പായുമ്പോൾ CI മാർട്ടിൻ്റെ ഉള്ളിൽ ഒരു ചിരിയുണ്ടായി. 2 ദിവസങ്ങൾക്ക് ശേഷം SP ചന്ദ്രശേഖരൻ CI മാർട്ടിനെ തൻ്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. തൻ്റെ മേലുദ്യോഗസ്ഥന് സല്യൂട്ട് നൽകിയതിന് ശേഷം മാർട്ടിൻ ചോദ്യഭാവത്തിൽ നിന്നു. മാർട്ടിൻ ഇരിക്കൂ. താങ്ക് യു സാർ. അയാളിരുന്നു. എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത സംഗതിയായിപ്പോയി. ആഭ്യന്തരമന്ത്രിയുടെ നേരിട്ടുള്ള ഉത്തരവായിരുന്നു. മാർട്ടിന് ഒന്നും പിടികിട്ടിയില്ല. SP ഒരു കവർ നീട്ടി. നിങ്ങൾക്ക് ട്രാൻസ്ഫറാണ്. അത് വാങ്ങിക്കുന്നതിന് മുമ്പ് മാർട്ടിനും കീശയിൽ നിന്നും ഒരു കവർ വലിച്ചെടുത്തു. ഓർഡർ കയ്യിൽ തരുന്നതിന് മുമ്പ് സാറ് ഈ കവറൊന്ന് കാണുന്നതും നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. ചുളിഞ്ഞ നെറ്റിയോടെ ചന്ദ്രശേഖരൻ അത് വാങ്ങി. അയാളുടെ മുഖം കടലാസ് പോലെ വിളറി വെളുത്തു. അവിടെ പല ഭാവങ്ങൾ മിന്നിമായത് മാർട്ടിൻ കണ്ടു. എങ്ങനെയുണ്ട് സാർ ഫോട്ടോകൾ? മാർട്ടിൻ, ഇത് നിങ്ങൾക്ക് കിട്ടിയെന്ന് മാത്രം അറിഞ്ഞാൽ മതി സാർ. പിന്നെ എന്നെ ട്രാൻസ്ഫർ തന്ന് ഒതുക്കാനാണ് ശ്രമമെങ്കിൽ ഞാൻ പോകും മുമ്പ് ഇതിൻ്റെ 1000 കണക്കിന് കോപ്പികൾ ഇവിടെ ചിതറും. സാറിൻ്റെ മാത്രമല്ല MLA ആദിത്യൻ്റേതുമുണ്ട്.
അയാൾ എണീറ്റു. എനിക്ക് ട്രാൻസ്ഫർ വേണമോ വേണ്ടയോ എന്ന് സാർ തന്നെ തീരുമാനിക്കുക. ലക്ഷ്മണയെ തേടുന്നത് വെറുതെയാണെന്ന് പോലീസ് ഓഫീസേഴ്സിനൊക്കെ തോന്നി തുടങ്ങിയിരുന്നു. ഒരിടത്തും അയാളുടെ യാതൊരു വിവരവുമില്ല. ഒരുപക്ഷെ ഏതെങ്കിലും പ്രത്യേക ദൗത്യത്തിനായി കേരളത്തിലെത്തിയ ലക്ഷ്മണയെ മഹാരാജ റെഡ്ഡിയർ തിരികെ ബോംബെക്ക് വിളിച്ചിരിക്കാം എന്നതാണ് പോലീസ് അവസാനമായി എത്തിച്ചേർന്ന നിഗമനം. എന്നാൽ അയാൾ അവരുടെ മൂക്കിന് താഴെ തന്നെ ഉണ്ടായിരുന്നു താനും, പല രൂപത്തിൽ, പല ഭാവത്തിൽ. ഒരു രാത്രി കുതിച്ചു പായുന്ന ഒരു ബുള്ളറ്റ് ബൈക്ക്, അതിൽ കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ ഒരധികായൻ. ഹെൽമറ്റ് വെച്ചിരിക്കുന്നത് കാരണം ആളിനെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ട്. തിരക്കേറിയ നഗരത്തിലൂടെ ആ ബൈക്ക് അനുസ്യൂതം മുന്നേറി. നഗരം വിട്ട് ഇടത്തേക്ക് തിരിഞ്ഞ അത് അരമണിക്കൂറിലധികം കഴിഞ്ഞ് ചെന്നെത്തിയത് ഒരു ഇരുനില കെട്ടിടത്തിന് മുന്നിലാണ്. ചുറ്റും മതിൽ കെട്ടിയിട്ടുള്ള മനോഹരമായ കെട്ടിടം. ബൈക്ക് തുറന്നു കിടന്നിരുന്ന ഗേറ്റിലൂടെ അകത്തേക്ക് കയറ്റുവാൻ ഭാവിക്കുകയാണ് അവിടെ ഒരു വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റുകൾ തെളിഞ്ഞത്. ആഗതൻ വേഗം ബൈക്ക് വെട്ടിച്ചു മാറ്റി മുന്നോട്ട് വിട്ടു. 5 മിനിറ്റ് കഴിഞ്ഞ് തിരികെ എത്തിയപ്പോഴേക്കും കാർ എതിർ ദിശയിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. ഗേറ്റ് അടച്ചിട്ടില്ല. അയാൾ അകത്തേക്ക് വന്നു. പോർച്ചിൽ ബൈക്ക് വെച്ചിട്ട് കോളിംഗ് ബെൽ അമർത്തി. പാദപതന ശബ്ദം അടുത്തു വരിക്കുന്നത് കേട്ടു. വാതിലിൻ്റെ ഹാൻഡിൽ തിരിഞ്ഞു. മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് മദാലസ്യായ ഒരു അതിസുന്ദരി മുന്നിൽ. ഹെൽമറ്റ് ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ആഗതനെ അവൾ അകത്തേക്ക് ക്ഷണിച്ചു. അയാൾ അനുസരിച്ചു. അകത്തെ യൗവനമത്രയും പുറത്തു കാണത്തക്ക വിധമുള്ള സുതാര്യമായ ഒരു ഗൗണായിരുന്നു അവളുടെ വേഷം. അവൾ വാതിലടച്ചു തിരിഞ്ഞു. 7 വർഷം മുമ്പ് പട്ടിണിയും മാറാ ദുരിതങ്ങൾക്കുമിടയിൽ കഴിഞ്ഞുകൂടിയ കുടുംബത്തിലെ അംഗമാണ് അവളെന്ന് ആരും സംശയിക്കുക പോലുമില്ല. സിന്ധു അത്രമാത്രം മാറിയിരിക്കുന്നു. അവൾക്കൊരു സഹോദരിയുണ്ട്, സരിത. എല്ലും തോലുമായിരുന്ന അവരുടെ അമ്മ പോലും ആകെ മാറിയിരിക്കുന്നു. കാലം വരുത്തിയ മാറ്റം. മാധവിയെ കണ്ടാൽ ഇപ്പോൾ ആരും 40-ൽ കൂടുതൽ പറയില്ല. 2 പെങ്ങന്മാർക്കും അമ്മയ്ക്കും അച്ഛൻ്റെ മരണശേഷം തുണയായിരിക്കേണ്ടിയിരുന്ന ഏകമകൻ വിജയ് ഒരു കൊലപാതകിയായി ആർക്കും അറിഞ്ഞുകൂടാൻ കഴിയാത്തിടത്തെങ്ങോ ജീവിക്കുന്നുണ്ടാവും. അവനെ തേടി പോലീസുകാർ എത്തിത്തുടങ്ങിയതോടെയായിരുന്നു ആ കുടുംബത്തിൻ്റെ മാറ്റം. പല ദിവസങ്ങളിലും പോലീസുകാർക്ക് വേണ്ടി അടിവസ്ത്രങ്ങൾ അഴിക്കേണ്ടി വന്ന പെൺകുട്ടികൾ പിന്നീട് അങ്ങോട്ട് അത് തന്നെ നിത്യത്തൊഴിലാക്കി മാറ്റി. അതോടെ ആ വീട്ടിലെ നിത്യമായിരുന്ന പട്ടിണി ഒഴിഞ്ഞുപോയി. പിന്നീട് വച്ചടി കയറ്റമായിരുന്നു. 7 വർഷങ്ങൾ കൊണ്ട് അവർ നല്ലൊരു വീട് വെച്ചു, കാറ് വാങ്ങി. തൊട്ടടുത്ത് തന്നെ 10 ഏക്കർ റബ്ബർ തോട്ടവും. എന്നും മാർക്കറ്റ് കിട്ടുന്ന തൊഴിലല്ല ഇതെന്ന് പെൺകുട്ടികൾക്കറിയാം. ആരോഗ്യവും നശിച്ച് രോഗവും ബാധിച്ച് കഴിയേണ്ടി വരുമ്പോൾ ജീവിക്കുന്നതിന് അവർ ഓരോന്നും സ്വരുക്കൂട്ടുന്നു. സാർ, വണ്ടി ഓടിക്കുമ്പോൾ മതി ഹെൽമറ്റ്, വീടിനുള്ളിൽ വേണമെന്നില്ല. സിന്ധു ആഗതനെ നോക്കി വശീകരണ രീതിയിൽ ചിരിച്ചു. അയാളുടെ മുഖഭാവം എങ്ങനെയെന്ന് അവൾക്ക് കാണുവാൻ കഴിയുമായിരുന്നില്ല. അയാൾ ഹെൽമറ്റിന് മുന്നിലെ ഗ്ലാസ് അല്പം മാത്രം ഉയർത്തി വെച്ചു. ആ നേരത്തെ കയ്യിലും കഴുത്തിലും ആഭരണങ്ങൾ അണിഞ്ഞ് ഒരു മധ്യവയസ്ക അകത്തുനിന്നും പ്രവേശിച്ചു. മാധവി ആഗതനെ വടങ്ങി. ഞാൻ ലക്ഷ്മണ. കസേരയിൽ ഇരിക്കുന്നതിനിടയിൽ അയാൾ പറഞ്ഞു. അമ്മയും മകളും ഞെട്ടുന്നത് അയാൾ കണ്ടു. നിങ്ങളെ ഉപദ്രവിക്കാനൊന്നുമല്ല ഞാൻ വന്നിരിക്കുന്നത്, അയാൾ അറിയിച്ചു. ഇനി മുതൽ നിങ്ങൾ ഈ തൊഴിൽ നടത്തുവാൻ പാടില്ലെന്നറിയിക്കാനാണ്. അമ്മയുടെയും മകളുടെയും മുഖത്ത് കാർമേഘം പതിച്ച പ്രതീതി. പത്രദ്വാര ലക്ഷ്മണയെക്കുറിച്ച് ഉള്ളതും ഇല്ലാത്തതും ധാരാളം വായിച്ചറിഞ്ഞിട്ടുള്ള അയാളുടെ മുഖത്ത് നോക്കി എതിർത്ത് സംസാരിക്കാനും അവർക്ക് പേടി. 2 പേരും മറുപടി പറഞ്ഞില്ല. അയാൾ തുടർന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല പറയുന്നതെന്ന് എനിക്കറിയാം. തൽക്കാലം വിജയൻ പറയുന്നത് പോലെ കരുതിയാൽ മതി. വിജയൻ? ആ പേര് കേട്ടതോ അമ്മയും മകളും ജിജ്ഞാസ പൂണ്ട് അയാളെ നോക്കി. വിജയേട്ടനെ സാർ അറിയുമോ? സിന്ധു പെട്ടെന്ന് തിരക്കി. കൂടുതലൊന്നും ചോദിക്കണ്ട, ലക്ഷ്മണന്റെ സ്വരം. ഈ തൊഴിൽ നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാന്യമായി ജീവിക്കാനുള്ള പണം മാസം മാസം ഇവിടെ എത്തും. മാധവിക്കും സിന്ധുവിനും ഒന്നും പിടികിട്ടുന്നില്ല. ആരാണ് ഞങ്ങൾക്ക് പണം തരുന്നത്? വിജയനാണോ? ഞാനാണെന്ന് വെച്ചോളൂ. ഞങ്ങൾ വേണ്ടെന്ന് വെച്ചാലും മറ്റുള്ളവർ അതിന് അനുവദിക്കുമെന്ന് തോന്നുന്നില്ല സാർ. സിന്ധുവിൻ്റെ സ്വരത്തിൽ നിസ്സഹായത. അതൊക്കെ നിങ്ങൾ എനിക്ക് വിട്ടേക്കുക. ബാക്കി എന്തുണ്ടായാലും ഞാൻ നോക്കിക്കൊള്ളാം. എങ്കിൽ ഈ തൊഴിൽ ഉപേക്ഷിക്കുന്നതിനോട് എനിക്ക് അനുകൂലമേ ഉള്ളൂ. മടുത്തു സാർ. സരിത എവിടെയാണ് പോയിരിക്കുന്നത്? അറിഞ്ഞുകൂടാ സാർ. അലക്സാണ്ടറെ കാറിലല്ലേ അവൾ കൊണ്ടുപോയത്? അതെ. നിങ്ങളുടെ വിജയനെ ചതിയിൽപ്പെടുത്തിയത് അലക്സാണ്ടറും വിക്ടറും കൂടിയാണ്. അല്ലാതെ വിജയൻ ആരെയും കൊന്നിട്ടില്ല. എന്നിട്ടും നിങ്ങൾ അലക്സാണ്ടറുമായി ഉടുത്തുണിക്ക് മറുതുണിയില്ലാതെ ഇവിടെ മരണം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് കഴിഞ്ഞിരുന്ന ഞങ്ങളെ കൈപ്പിടിച്ച് ഉയർത്തിയത് അലക്സാണ്ടറായിരുന്നു. പോലീസുകാരാൽ ഗർഭിണികളായിരുന്ന എൻ്റെ മക്കളെ ആരുമറിയാതെ രക്ഷിച്ചതും അയാളായിരുന്നു. ആ നിലയ്ക്ക് മാത്രമല്ല വിജയനാണ് 2 കൊലപാതകങ്ങളും നടത്തിയതെന്നുമായിരുന്നു ഞങ്ങളുടെ വിശ്വാസം, മാധവി പറഞ്ഞു. ചേച്ചിയെയും ഞാൻ ഇനി വിടില്ല സാർ, സിന്ധു ഉറപ്പുകൊടുത്തു. ബിസിനസ് പാർട്ട്ണർമാർക്ക് ഞങ്ങളെ വിട്ടുകൊടുത്ത് അയാൾ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു. ഞങ്ങൾക്ക് തരുന്നതോ വെറും നാണയങ്ങൾ. ആകത്തിൻ്റെ മുഖം വലിഞ്ഞു മുറുകുന്നതും പല്ലുകൾ ഞെരിഞ്ഞമരുന്നതും അവർക്ക് കാണുവാൻ കഴിയുമായിരുന്നില്ല. ശരി, എങ്കിൽ ഞാൻ ഇറങ്ങുന്നു. വീണ്ടും കാണാം. സാറിൻ്റെ മുഖം പോലും ഒന്നും കാണാൻ കഴിഞ്ഞില്ല, മാധവി പറഞ്ഞു. അതിനൊന്നും സമയമായിട്ടില്ല. ലക്ഷ്മണ എണീറ്റ് ബൈക്കിന് നേരെ നടന്നു. അതിനിടെ തിരിഞ്ഞു നിന്ന് പറഞ്ഞു. നിങ്ങളെ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. തീർച്ചയായും സാർ. ലക്ഷ്മണ ബൈക്കിൽ പാഞ്ഞുപോയി. 5 മിനിറ്റ് കഴിയും മുമ്പ് ഒരു പോലീസ് ജീപ്പ് ആ വീടിൻ്റെ മുറ്റത്ത് വന്നു നിന്നു. മാധവിയും സിന്ധു അകത്തേക്ക് പോകുവാൻ ഭാവിക്കുമ്പോഴാണ് മുറ്റത്ത് വാഹനം വന്ന് നിൽക്കുന്നത് കേട്ടത്.
അവർ തുറന്നു കിടക്കുന്ന ജനാലിലൂടെ എത്തി നോക്കി. ഒരു നടുക്കം. ജീപ്പിൽ നിന്നും CI മാർട്ടിൻ ഇറങ്ങുന്നു. പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും അവിടുത്തെ നിത്യ സന്ദർശകരാണെങ്കിലും ഒരിക്കൽ പോലും മാർട്ടിൻ അവിടെ ചെന്നിട്ടില്ല. അയാൾ കർക്കശ സ്വഭാവമുള്ള ഒരു ഓഫീസറാണെന്ന് അവരും അറിഞ്ഞിരുന്നു. അമ്മയും മകളും മുഖാമുഖം നോക്കി. കോളിംഗ് ബെൽ ശബ്ദിച്ചപ്പോൾ മാധവി പറഞ്ഞു, മോള് അകത്തേക്ക് പോയിക്കോ, ഇൻസ്പെക്ടറുമായി ഞാൻ സംസാരിക്കാം. സിന്ധു തൻ്റെ മുറിയിലേക്ക് പോയി. മാധവി വാതിൽക്കിലേക്കും. വാതിൽ തുറക്കപ്പെട്ടു. മുന്നിൽ കൈവിരലുകൾക്കിടയിൽ കെയിൻ കറക്കിക്കൊണ്ട് CI മാർട്ടിൻ. സാർ, മാധവി അത്ഭുതം ഭാവിച്ചു. ഒന്നമർത്തി മൂളിക്കൊണ്ട് മാർട്ടിൻ അകത്തേക്ക് കയറി. ജീപ്പിനടുത്ത് പോലീസുകാർ നിൽക്കുന്നത് മാധവി കണ്ടു. മാർട്ടിൻ മുറിയാകെ നോക്കി. പിന്നെ മാധവിയുടെ മുഖത്തേക്കും. നിങ്ങളുടെ ഇവിടുത്തെ ബിസിനസ് നിർത്തണമെന്ന് ഒരിക്കൽ ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നിരുന്നു. മുറിയിൽ എന്തോ തിരയുന്നതിനിടയിൽ മാർട്ടിൻ ഓർമ്മിപ്പിച്ചു. പക്ഷേ നിങ്ങളത് അനുസരിച്ചില്ലെന്ന് മാത്രമല്ല, കൂടുതൽ വ്യാപകമായി ബിസിനസ് തുടരുകയും ചെയ്യുന്നു. സാർ, മാധവി കൈകൂപ്പി. ഇന്നത്തോടെ ഞങ്ങളെല്ലാം നിർത്തിക്കഴിഞ്ഞു സാർ. ഇനി ഞങ്ങൾ ഒന്നിനുമില്ല. പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ കാരണം? മടുത്തു സാർ. അതോ ആരുടെയെങ്കിലും പ്രേരണയാണോ? അത് ഒരിക്കലുമല്ല സാർ. CI നെറ്റി ചുളിച്ചു. ഇവിടെ വന്നിട്ട് പോയ ആ ഹെൽമറ്റുകാരൻ ആരാണ്? മാധവി ഒന്ന് ഞെട്ടി. വേഗം പറയൂ. സത്യം പറയുന്നത് ശരിയില്ലെന്ന് അവർക്ക് തോന്നി. ഒരു കസ്റ്റമറായിരുന്നു സാർ. ഞങ്ങൾ ഈ തൊഴിൽ നിർത്തിയെന്ന് പറഞ്ഞപ്പോൾ തിരികെ പോവുകയും ചെയ്തു. ഇൻസ്പെക്ടർ തലയനക്കി. പക്ഷേ അയാളത് വിശ്വസിച്ചിട്ടില്ലെന്ന് ആ മുഖം വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നാട് വിട്ടുപോയ നിങ്ങളുടെ മകനെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? അറിയില്ല സാർ. എൻ്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുപോയോ എന്ന് പോലും അറിയില്ല. മാധവി കരയാൻ തുടങ്ങി. ശരി, നിങ്ങൾ തൊഴിൽ നിർത്തിയല്ലേ? ഉവ്വ് സാർ. ഇൻസ്പെക്ടറും സംഘവും ഇറങ്ങിപ്പോയി. ജീപ്പ് ഗേറ്റ് കടന്ന് അല്പം കഴിഞ്ഞപ്പോൾ റോഡിൻ്റെ ഓരത്തു നിന്നും ഒരാൾ ജീപ്പിന് മുന്നിലേക്ക് വന്നു. ജീപ്പ് അയാളുടെ അരികിൽ ബ്രേക്ക് ചെയ്തു. നല്ല ശ്രദ്ധ വേണം. ഇനിയും അവൻ വന്നേക്കും. വന്നാൽ ഇനി അവൻ തിരിച്ചു പോകരുത്, മാർട്ടിൻ അയാളോട് പറഞ്ഞു. ശരി സാർ. ജീപ്പ് മുന്നോട്ട് നീങ്ങി. വിക്ടറുടെ മരണത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തിയപ്പോഴായിരുന്നു ഇൻസ്പെക്ടർ മാർട്ടിൻ ആ പഴയ ഫയൽ കാണുവാനിടയായത്. അതിൽ വിക്ടറും വിജയനും അലക്സാണ്ടറുമെല്ലാം ഉൾപ്പെടെ ഹേമ കൊലക്കേസ് അദ്ദേഹം വായിക്കുവാനിടയായി. ആഭ്യന്തരമന്ത്രി ബാലഗംഗാധരനെ കൊലപ്പെടുത്തിയ ശേഷം വിജയൻ രക്ഷപ്പെട്ടിരിക്കുന്നതുവരെയുള്ള സംഭവങ്ങൾ വായിച്ചപ്പോൾ വിജയൻ്റെ ഒരു പ്രതികാരമായി കൂടെ ഇതെന്ന് മാർട്ടിൻ ന്യായമായും സംശയിച്ചു. വിജയനാണ് ഇതിന് പിന്നിലെങ്കിൽ, വർഷങ്ങൾക്ക് ശേഷമുള്ള അയാളുടെ ആഗമനമാണ് ഇതെങ്കിൽ, തീർച്ചയായും അയാൾ തൻ്റെ വീട്ടിൽ എത്താതിരിക്കില്ലെന്നും മാർട്ടിൻ അറിയാമായിരുന്നു. അതിനുവേണ്ടിയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി മാധവിയുടെ വീടിന് രഹസ്യമായ പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നത്. അവിടെ വന്നിട്ട് പോയ ഹെൽമറ്റുകാരൻ തീർച്ചയായും വിജയൻ തന്നെയാണെന്ന് ഇൻസ്പെക്ടർ വിശ്വസിച്ചു. ഒരു മുതലാളിയാണ് കണ്ണൻ. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ മാത്രമായിരുന്നു കണ്ണൻ. കണ്ണടച്ച് തുറക്കുന്ന നേരത്തിലായിരുന്നു അയാളുടെ വളർച്ച. സ്വന്തമായി ഒരു ഓട്ടോറിക്ഷ വാങ്ങി. 1 വർഷം കഴിഞ്ഞപ്പോൾ അത് വിറ്റിട്ട് കാർ വാങ്ങി. പിന്നെ റബ്ബർ തോട്ടം. അത് കഴിഞ്ഞ് പുളിയരിപ്പൊടിയുടെ ബിസിനസ്. തമിഴ്നാട്ടിൽ നിന്നും പുളിയരി കൊണ്ടുവരും. അത് ഇവിടെ പൊടിച്ചു വിതരണം. വൻ ബിസിനസ്സായി അത്. ആദ്യം വാടകയ്ക്കായിരുന്നു ലോറി. പിന്നീട് സ്വന്തം ലോറിയായി. ഇപ്പോഴും ബിസിനസ് നല്ല രീതിയിൽ നടക്കുന്നു. 2 ടൂറിസ്റ്റ് ബസ്സുകളും റൂട്ടിലോടുന്ന 2 ബസ്സുകളും കണ്ണൻ മുതലാളിക്കുണ്ട്. നാട്ടിൽ എല്ലാവർക്കും സമ്മതൻ. അടുത്ത തവണ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് തീരുമാനം. രാവിലെ മുതലേ കണ്ണൻ മുതലാളി തൻ്റെ പെട്രോൾ പമ്പിൽ ആരെയോ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ 4 മണിയായിട്ടും പാർട്ടിയെ കാണാഞ്ഞപ്പോൾ കണ്ണന് അതിഷ്ടമായില്ല. അയാൾ അവിടെ നിന്നും എണീക്കാൻ ഭാവിച്ചപ്പോൾ ഫോൺ ശബ്ദിച്ചു. യെസ്, കർണൻ ഹിയർ. ഇത് ഞാനാ. താങ്കൾ എന്ത് പണിയാണ് കാണിച്ചത്? രാവിലെ മുതൽ ഞാൻ ഇവിടെ കുത്തിയിരിക്കുകയാ. കണ്ണന് ദേഷ്യം വന്നു. ചൂടാകാതെ കണ്ണാ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാനൊക്കെ കഴിയില്ലെങ്കിൽ നമുക്ക് ബിസിനസ് വേണ്ടെന്ന് വയ്ക്കാം. അയ്യോ, അതൊന്നുമല്ല ലക്ഷ്മണേ ഞാൻ പറഞ്ഞത്. ഇത്രയും സമയമായിട്ടും കാണാതിരുന്നപ്പോൾ ഞാൻ വരാതിരുന്നത് മറ്റൊന്നും കൊണ്ടുമല്ല, നിങ്ങളുടെ രക്ഷയെ കൂടി കരുതിയിട്ടാണ്. കണ്ണന് ആ പറഞ്ഞത് മനസ്സിലായില്ല. നിങ്ങൾ നേരെ മുന്നോട്ട് നോക്കൂ. കണ്ണൻ മുതലാളി ഗ്ലാസ് ഭിത്തിയിലേക്ക് നോക്കി. അതിനിടയിലൂടെ റോഡിൻ്റെ അങ്ങേയറ്റത്ത് നിർത്തിയിട്ടിരിക്കുന്ന ഒരു പോലീസ് ജീപ്പ് കണ്ടപ്പോൾ അയാൾ ഞെട്ടിപ്പോയി. സോറി ലക്ഷ്മണ, ഇന്ന് രാവിലെ മുതൽ ആ ജീപ്പ് ഈ പരിസരത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഞാനത് ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിക്കണം. കണ്ണൻ ശബ്ദിക്കാൻ കഴിയാതിരുന്നു. കേട്ടിട്ടുള്ളതൊരു മിടുക്കം തന്നെയാണ് ലക്ഷ്മണ. ഓരോ അപകടവും അയാൾ അതിവേഗം മണത്തറിയുന്നു. അതിനനുസരിച്ച് കരുക്കൾ നീക്കുന്നു. പണം റെഡിയായല്ലോ. ലക്ഷ്മണയുടെ ശബ്ദം കേട്ടപ്പോൾ അയാളൊരു സ്വപ്നത്തിൽ നിന്നവണ്ണം ഞെട്ടി ഉണർന്നു. ആ അതെ. എങ്കിൽ അതുമായി കാറിൽ കയറി നേരെ ഡ്രൈവ് ചെയ്യുക. എതിരെ ഒരു ചുമന്ന മാരുതി വരും. അപ്പോൾ സ്ലോ ചെയ്യുക. പെട്ടികൾ 1 നിമിഷം കൊണ്ട് കൈമാറണം. ഓക്കെ. സന്തോഷത്തോടെ കണ്ണൻ എണീറ്റു. അയാൾക്ക് അഭിമാനം തോന്നി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കള്ളക്കടത്തുകാരൻ്റെ കേരളത്തിലെ ഏജൻ്റ് ആകുകയാണ് താൻ. ഒരു 10 വർഷം കൊണ്ട് മനസ്സ് വെച്ചാൽ താൻ മഹാരാജ റെഡ്ഡിയേക്കാൾ വൻ കള്ളക്കടത്തുകാരനാകും. വരട്ടെ. ബോംബെക്ക് ഒരിക്കൽ പോകണം. അവിടെയൊക്കെ ഒരുവനെ ചതിവിലൂടെയാണെങ്കിലും കൊലപ്പെടുത്തിയിട്ടാണ് മറ്റൊരാൾ അധോലോക ചക്രവർത്തിയാകുന്നത്. മഹാരാജ റെഡ്ഡിയാറുടെ സ്ഥാനം തനിക്ക് ലഭിക്കുന്നത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് അയാൾ കാറിൽ കയറിയതും സ്വയം ഡ്രൈവ് ചെയ്തതും.
നീണ്ടുകിടക്കുന്ന നാഷണൽ ഹൈവേ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എതിരെ ഒരു ചുവന്ന മാരുതി വാൻ വരുന്നത് കണ്ടു. അതിൻ്റെ മുന്നിലെ ഇൻഡിക്കേറ്ററുകൾ രണ്ടും മിന്നി. സിഗ്നൽ. കണ്ണൻ സ്പീഡ് കുറച്ചു. മാരുതി വാനും കാറും അടുത്തടുത്ത് നിന്നു. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ചെറുപ്പക്കാരൻ കൈനീട്ടി ഡോർ തുറന്നു. കണ്ണനും അപ്രകാരം ചെയ്തു. 2 സീറ്റുകളിലും ഓരോ പെട്ടികൾ വിശ്രമിക്കുന്നു. ഇരുവരും പിന്നിലേക്ക് കൈകടത്തി പെട്ടികൾ കൈമാറി. പിന്നെ വന്ന വഴിയെ തന്നെ മുന്നോട്ട് ഓടിച്ചുപോയി. കണ്ണൻ നേരെ ചെന്നെത്തിയത് അലക്സാണ്ടറുടെ അടുത്താണ്. കാര്യം നടന്നോ? അയാൾ തിരക്കി. ഉവ്വ്, പക്ഷേ എനിക്കും പണറൊക്കം കിട്ടണം. ഓക്കെ. അലക്സാണ്ടർ ഒരു ബെല്ലടിച്ചുടനെ വലിയൊരു പെട്ടിയുമായി ഒരാൾ വന്നു. കണ്ണൻ സന്തോഷിച്ചു. ബിസിനസ് കൊള്ളാം. 50 ലക്ഷം മുടക്കി അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ 10 ലക്ഷം ലാഭം. അലക്സാണ്ടർ ബ്രീഫ് കേസ് തുറന്നു കാണിച്ചു. കണ്ണൻ തൃപ്തിപ്പെട്ടു. അയാൾ തൻ്റെ പെട്ടിയെടുത്ത് മേശപ്പുറത്ത് വെച്ച് കൊടുത്തു. നിങ്ങളുടെ ബിസിനസ് പാർട്ണർ ആരെന്ന് ഞങ്ങളോട് പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല, അലക്സാണ്ടർ ഓർമ്മിപ്പിച്ചു. സോറി, അതുമാത്രം ചോദിക്കരുത്. ആളിനെ വെളിപ്പെടുത്തിയാൽ അലക്സാണ്ടർ നേരിട്ട് ബിസിനസ് നടത്തിയാലോ എന്നതായിരുന്നു കണ്ണൻ മുതലാളിയുടെ പേടി. അങ്ങനെ വന്നാൽ തൻ്റെ ലാഭം മുഴുവൻ പോയത് തന്നെ. അലക്സാണ്ടർ കണ്ണൻ എടുത്തു വെച്ച പെട്ടിയുടെ മൂടി ഉയർത്തി. പെട്ടെന്ന് മുഖമടച്ച് ഒരടിയായിരുന്നു. വല്ലാത്തൊരു നിലവിളി അലക്സാണ്ടറിൽ നിന്നും ഉണ്ടായി. കണ്ണൻ മുതലാളിയും ഞെട്ടിപ്പോയി. പെട്ടിക്കുള്ളിൽ നിന്നും സ്പ്രിങ്ങിൽ നീണ്ടു നിൽക്കുന്ന മുഷ്ടി അയാൾ കണ്ടു. മറ്റൊന്നും അതിലുണ്ടായിരുന്നില്ല. എടാ നായിൻ്റെ മോനെ! വിഷമവും കോപവും ഒക്കെ ഒന്നിച്ചുണ്ടായി അലക്സാണ്ടർ ചാടിയനിട്ട് കണ്ണൻ മുതലാളിയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. എന്നോട് കളിക്കാൻ മാത്രം നീ വളർന്നോടാ, നിന്നെ ഞാനിന്ന് കൊല്ലും. എൻ്റെ അമ്മച്ചിയെ, ഞാനൊന്നും അറിഞ്ഞതല്ലേ. പെട്ടി തുറക്കാതെ പോലും ഞാൻ ഇവിടേക്ക് കൊണ്ടുവരികയായിരുന്നു. എൻ്റെ 50 ലക്ഷം പോയേ. കണ്ണനെ ശക്തിയായി ഒന്ന് കുലുക്കിയിട്ട് അലക്സാണ്ടർ പിന്നോട്ട് തള്ളി. അയാൾ തറയിൽ മുഖമടിച്ചു വീണു. ഏതായാലും തൻ്റെ പണമൊന്നും പോയിട്ടില്ലെന്ന് ആശ്വാസമായിരുന്നു അലക്സാണ്ടർക്ക്. ആരാണ് നിങ്ങളുടെ പാർട്ണർ എന്ന് ഇനിയെങ്കിലും പറഞ്ഞുകൂടെ? ലക്ഷ്മണ, അവസാനം കണ്ണൻ പറഞ്ഞു. അലക്സാണ്ടർ അമ്പരന്ന് പോയി. അയാൾ പെട്ടി വിശദമായി പരിശോധിച്ചപ്പോൾ ഒരു കത്ത് കിട്ടി. അതിൽ വടിവത്ത അക്ഷരത്തിൽ എഴുതിയിരുന്നത് ഇതാണ്. ഇടി എങ്ങനെയായിരുന്നു? അപ്രതീക്ഷിതമായിരുന്നു അല്ലേ? ഇനി ഇത്ര അപ്രതീക്ഷിതമായവ സംഭവിക്കാൻ പോകുന്നതേയുള്ളൂ. നിൻ്റെയൊക്കെ സാമ്രാജ്യങ്ങൾക്ക് മുകളിലൂടെ ഞാൻ ബുൾഡോസർ ഓടിക്കും. അതിനുള്ള സമയം അതിവിദൂരമല്ല. ആ ചെകുത്താനെ ഞാൻ കൊല്ലും. എൻ്റെ ഇത്രയും കാലത്തെ അധ്വാനമാണ് അവൻ കൊണ്ടുപോയത്. ഞാൻ കുത്തുപാളയെടുത്തല്ല ദൈവമേ, കരഞ്ഞുപോയി കണ്ണൻ. എത്ര ചിന്തിച്ചിട്ടും ബോംബെക്കാരന് തങ്ങളോട് വൈരം തോന്നേണ്ട കാര്യം മാത്രം അവർക്ക് പിടികിട്ടിയില്ല. ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്ന ശേഖരപിള്ള റിട്ടയർ ചെയ്തിട്ട് 2 വർഷമായി. അതിനു മുമ്പ് തന്നെ അയാളുടെ കൂടെയുള്ള ജീവിതം മതിയാക്കി ഭാര്യ മറ്റാരുടെ കൂടെ പോയിരുന്നു. ഇപ്പോൾ ഒറ്റയ്ക്കാണ് താമസം. ഇപ്പോൾ സ്ഥിരം മദ്യപാനമാണ് തൊഴിൽ. അടുത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു അത്. ആ പരിസരത്തുള്ളവർ എല്ലാം തന്നെ ഉത്സവത്തിന് പോയിരിക്കുകയാണ്. ശേഖരപിള്ളയും ഉത്സവത്തിന് പോയി. ആവശ്യത്തിലേറെ ആയിരുന്നു അന്നും ആഘോഷം. കെട്ടുകാഴ്ച കണ്ടെത്തിയതിനു ശേഷമാണ് ശേഖരപിള്ള മടങ്ങിപ്പോകുന്നത്. ഉത്സവം പ്രമാണിച്ച് ജനത്തിരക്ക് കാരണം മദ്യത്തിൽ വെള്ളം ചേർത്താണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞ് ശേഖരപിള്ള വഴക്ക് കൂടുവരെ ചെയ്തു. മുറ്റത്തൊരു വാഹനം വന്ന് നിൽക്കുന്നത് ശേഖരപിള്ള കണ്ടു. ഏത് നായൻ്റെ മോനാടത്? ചുവന്ന മാരുതി വാനിൽ നിന്നിറങ്ങിയ മാന്യൻ അത് കേട്ടില്ലെന്ന് തോന്നുന്നു. അകത്തേക്ക് ചെന്ന അയാളെ നോക്കി ശേഖരപിള്ള പല്ലിറുമി. ഒരുത്തനെയും സൽക്കരിക്കാൻ എനിക്ക് സമയമില്ലടാ. മുറിക്കുള്ളിൽ ലൈറ്റ് കത്തി നിന്നിരുന്നതിനാൽ ആഗതന് ശേഖരപിള്ളയെ പരസ്പരം കണ്ടു. ഒരിക്കൽ നിങ്ങൾ ഒരുപാട് പേരെ ലോക്കപ്പിലിട്ട് ശരിക്കും സൽക്കരിച്ചതല്ലേ? ആഗതൻ ചോദിച്ചു. നീ ആരടാ? പോലീസുകാരൻ്റെ സംസ്കാരമല്ലാത്തത് തന്നെ. അയാൾ മെല്ലെ ചിരിച്ചു. ഞാൻ ലക്ഷ്മണ. ഓഹോ, അപ്പോൾ ശ്രീരാമനും സീതയുമൊക്കെ കാറിൽ കാണും. ഉവ്വ്, എന്താ തനിക്ക് കാണണോ? താനോ? ശേഖരപിള്ളയുടെ കണ്ണുകൾ കുറുകി. സാറെന്ന് വിളിക്കടാ. അയാൾ മദ്യലഹരി ഉപേക്ഷിച്ച് ചാടി എണീറ്റു. റിട്ടയർ ചെയ്തതാണെന്നും ഞാൻ ഓർക്കത്തില്ല. ഇടിച്ചു നിൻ്റെ സിലിണ്ടർ ഇളക്കും ഞാൻ. താൻ അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയാമടോ, പറഞ്ഞതും ലക്ഷ്മണ ഒറ്റത്തഴി. ശേഖരപിള്ള തെറിച്ചു ചെന്ന് ഭിത്തിയിൽ ഇടിച്ചു വീണു. നിനക്ക് കൂലി തരാനാടാ ഞാൻ വന്നത്. കാക്കിയിട്ടുകൊണ്ട് നടക്കുമ്പോൾ താൻ ഒരുപാട് നിരപരാധികളെ ഇടിച്ചു നുറുക്കിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കൂലി വാങ്ങിക്കാതെ അങ്ങ് പരലോകത്ത് ചെന്നാൽ തനിക്ക് അറിയാതെ ആരെങ്കിലും സ്വർഗത്തിൽ സീറ്റ് തന്നുപോയാലോ? ചോദ്യവും ചവിട്ടും ഒന്നിച്ചായിരുന്നു. ശേഖരപിള്ളയുടെ നിലവിളി ഒരു ഉത്സവ സ്ഥലത്തു നിന്ന് ഒഴുകി വന്ന സിനിമാ ഗാനത്തിൽ ലയിച്ചു ചേർന്നു. ഒരുപാട് പേര് ഇതുപോലെ നിൻ്റെ മുന്നിൽ കരുണയ്ക്ക് വേണ്ടി കേണിട്ടുണ്ടടാ. അന്ന് അതൊന്നും കാണുവാനും കേൾക്കുവാനും നീ ഒരുക്കമല്ലായിരുന്നല്ലോടാ. പന്ത് തട്ടും പോലെ ലക്ഷ്മണ അയാളെ തട്ടിക്കളിച്ചു. പിന്നെ തൻ്റെ വണ്ടിയിൽ നിന്നും ഒരു പുതിയ കയർ എടുത്തുകൊണ്ട് വന്ന് ശേഖരപിള്ളയുടെ കൈകൾ അതിൽ ചേർത്ത് കെട്ടി. പട്ടി, നീ ശേഖരനെ കെട്ടാൻ മാത്രം വളർന്നോടാ. ലക്ഷ്മണ ചിരിച്ചു. കയറിൻ്റെ അഗ്രവുമായി അയാൾ പുറത്തേക്ക് നടന്നു. വാനിൻ്റെ പിന്നിൽ ബന്ധിച്ചു. ശേഖരപിള്ള കെട്ട് അഴിച്ചുമാറ്റാൻ ശ്രമിക്കുമ്പോഴേക്കും പുറത്ത് കിടന്ന വാൻ സ്റ്റാർട്ടായി. അയഞ്ഞു കിടന്ന കയർ വലിഞ്ഞു. ശേഖരപിള്ള എടുത്തെറിയപ്പെട്ടതുപോലെ മുറിക്കുള്ളിൽ നിന്നും പുറത്തു വീണു. പിന്നെ അവിടെ നിന്നും റോഡിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു. ശേഖരപിള്ളയെ മാരുതി വാനിൻ്റെ പിന്നിൽ കെട്ടി ആരോ വലിച്ചിഴച്ചു കൊണ്ടുപോയി. ഉത്സവത്തിന് പോകാനെത്തിയവർ ശേഖരപിള്ളയുടെ എത്തിയപ്പോഴായിരുന്നു മുറ്റത്തുനിന്നും വാൻ കുതിച്ചു പോയത്. വാനിൻ്റെ നമ്പർ അവർ നോട്ട് ചെയ്തു. അതിന് പ്രകാരം പോലീസ് തിരച്ചിൽ തുടങ്ങി. അധികം താമസിയാതെ അവർക്ക് വിവരം കിട്ടി.
പക്ഷേ അമ്പരിപ്പിക്കുന്നതായിരുന്നു അതെന്ന് മാത്രം. മുഖ്യമന്ത്രിയുടെ മകൻ 2 ആഴ്ച മുമ്പ് വാങ്ങിയ ചുവന്ന മാരുതി വാനിൻ്റെ അതേ നമ്പർ പോലീസ് കുഴങ്ങി. ആരോ ചുവന്ന മാരുതി വാൻ അതേ നമ്പർ ഉപയോഗിച്ച് കബളിപ്പിച്ചതാണെന്ന് അവർ സംശയിച്ചു. കാരണം ഒരാഴ്ചയായി മന്ത്രിപുത്രൻ പിതാവിൻ്റെ ഒപ്പം ഡൽഹിയിലാണ്. മാരുതി വാൻ ഷെഡിൽ സുരക്ഷിതവുമാണ്. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ കത്തിക്കരിഞ്ഞ ഒരു മൃതദേഹം ഏതോ വാഹനത്തിൽ വന്ന ഒരാൾ മുൻ ഹെഡ് കോൺസ്റ്റബിൾ ശേഖരപിള്ളയുടെ മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു. CI മാർട്ടിൻ ഫയൽ പഠിച്ചപ്പോൾ വിജയനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്ന സ്റ്റേഷനിൽ ശേഖരപിള്ളയും ഉണ്ടായിരുന്നതായി മനസ്സിലായി. പോലീസ് സർജന്റ് നാസറിന്റെ വീട്ടുമുറ്റത്ത് ഒരിക്കൽ കൂടി ബെൻസ് കാർ എത്തി. അതിൽ നിന്നും ബ്രീഫ് കേസും തൂക്കി ലക്ഷ്മണ ഇറങ്ങി. ഡോക്ടർ അയാളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നുവെന്ന് തോന്നുന്നു. അദ്ദേഹം വേഗം പുറത്തേക്ക് വന്നു. കത്തിക്കരിഞ്ഞ മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടത്തിയല്ലോ അല്ലേ? ബ്രീഫ് കേസ് ടീപ്പോയിൽ വയ്ക്കുന്നതിനിടയിൽ ലക്ഷ്മണ തിരക്കി. ഉവ്വ്, റിപ്പോർട്ട് തയ്യാറാക്കുവാൻ താമസിച്ചിരിക്കുന്നു. ഡോക്ടറുടെ ആർത്തിപ്പൂണ്ട കണ്ണുകൾ ബ്രീഫ് കേസിലാണെന്ന് ലക്ഷ്മണ കണ്ടു. അയാളുടെ ചുണ്ടിൽ ചിരിയൂറി. കീശയിൽ നിന്ന് താൻ കൊണ്ടുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എടുത്ത് ഡോക്ടർക്ക് കൊടുത്തിട്ട് വീണ്ടും കാണാം എന്ന് പറഞ്ഞ് അവിടെ നിന്നിറങ്ങി. ഷക്കീല ഓടി വന്നു. നേരത്തെ പറഞ്ഞത്രയും തുകയുണ്ടോയെന്ന് നോക്ക്. ഡോക്ടർ ഭാര്യയെ തുറച്ചു നോക്കി. അദ്ദേഹത്തിൻ്റെ സഹോദരിമാരിൽ മൂത്തവളുടെ വിവാഹം നടന്നു കഴിഞ്ഞിരുന്നു. ഒരാഴ്ച കൊണ്ടായിരുന്നു നിക്കാഹ് ഉറപ്പിച്ചതും നടത്തിയതും. ഒരു കൊലയാളി കാരണമായാലും തൻ്റെ സഹോദരിയുടെ നിക്കാഹ് നടന്നതിൽ സംതൃപ്തനായിരുന്നു ഡോക്ടർ. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. കണ്ണൻ മുതലാളിക്ക് ഇരിക്കപ്പുറതി ഇല്ലാതെയായി. അയാൾ പലരിൽ നിന്നും കടം വാങ്ങുകയും തൻ്റെ ബാങ്ക് ബാലൻസ് മുഴുവൻ പിൻവലിക്കുകയും ചെയ്തതാണ് 50 ലക്ഷം രൂപ സ്വരൂപിച്ചിരുന്നത്. കടക്കാർ അയാളെ ഇരിക്കാൻ അനുവദിക്കാതെയായി. അവസാനം അയാൾ അലക്സാണ്ടറുടെ അരികിലെത്തി. എനിക്ക് എങ്ങനെയെങ്കിലും ഒരു 25 ലക്ഷം രൂപ ഉണ്ടാക്കി തരണം അലക്സാണ്ടറെ. 2 ആഴ്ചത്തെ അവധി മതി. അതിനുള്ളിൽ എങ്ങനെയും ഞാൻ മടക്കിത്തരാം. എൻ്റെ കയ്യിൽ നിന്നും ഒറ്റ പൈസ കിട്ടുമെന്ന പ്രതീക്ഷ വേണ്ട കണ്ണ. അന്ന് ആ പെട്ടിയുമായി എൻ്റെ മുന്നിൽ വന്നപ്പോൾ താൻ എന്തൊക്കെയാണ് പറഞ്ഞത്? തനിക്ക് പണം റൊക്കം കിട്ടണമെന്നല്ലേ? ഇപ്പോൾ അത് തന്നെ ഞാൻ പറയുന്നു. തൻ്റെ കൈവശം ചരക്കുവല തിരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ പറ. എവിടെ വന്ന് വേണമെങ്കിലും ഞാൻ കൊണ്ടുപോന്നുകൊള്ളാം. പണം റൊക്കം തരികയും ചെയ്യാം. കണ്ണൻ വിയർത്ത മുഖവുമായി എണീറ്റു. തൻ്റെ സാമ്രാജ്യം മുഴുവൻ തകരുന്നത് അയാൾ കണ്ടു. ഏതെങ്കിലും ബാറിലേക്ക് വിടറാ. കാറിൽ കയറിയപ്പോൾ അയാൾ പറഞ്ഞു. ഡ്രൈവർ കാർ സ്റ്റാർട്ട് ചെയ്തു. ഹോട്ടൽ ഇറ്റാലിയയുടെ വിശാലമായ മുറ്റത്തേക്ക് കാർ കടന്നു. കണ്ണൻ അതിൽ നിന്നിറങ്ങി ബാറിലേക്ക് പോയി. ഇതുപോലെ ഒരു 5 നക്ഷത്ര ഹോട്ടൽ തൻ്റെയും സ്വപ്നമായിരുന്നെന്ന് അയാൾ ദുഃഖത്തോടെ ഓർത്തു. കണ്ണൻ്റെ മുന്നിൽ ഗ്ലാസുകൾ നിറയുകയും ഒഴിയുകയും ചെയ്തു. അയാളുടെ ശിരസിൽ മദ്യലഹരി നിറഞ്ഞതോടെ മനസ്സിന് ലാഘവം അനുഭവപ്പെട്ടു. ഇല്ലായ്മയിൽ നിന്ന് ഉയർന്നു വന്നതാ ഞാൻ. 50 ലക്ഷം പോയെങ്കിൽ ആ ലക്ഷ്മണയോട് താൻ 1 കോടി പിടിച്ചു വാങ്ങും. ഈ കണ്ണനെ അവൻ ശരിക്കറിയില്ല. പന്ന റാസ്കൾ. കടം വാങ്ങിയ പൈസയ്ക്ക് തിരികെ വരുന്നവനൊക്കെ ശരിക്ക് തല്ലി മേടിക്കും. അത്ര തന്നെ. ഞാൻ വാങ്ങിയതിന് രേഖയൊന്നുമില്ലല്ലോ. അയാൾ തനിയെ സംസാരിച്ചു കൊണ്ടിരുന്നു. അടുത്ത ടേബിളുകളിൽ ഇരുന്നവരൊക്കെ അയാളെ തുറച്ചു നോക്കി അടക്കം പറഞ്ഞു. ഈ അവസരത്തിൽ കാറിനടുത്ത് നിന്ന് സിഗരറ്റ് വലിക്കുകയായിരുന്നു ഡ്രൈവറുടെ അരികിലേക്ക് ഒരാൾ വന്നു. കണ്ണൻ മുതലാളിയുടെ ഡ്രൈവറല്ലേ? അതെ, വരൂ, ഒരു വിവരം പറയാനുണ്ട്. ആഗതൻ ഡ്രൈവറെ അല്പം ഇരുട്ടുള്ള ഭാഗത്തേക്ക് മാറ്റി നിർത്തി. എന്താ? ഡ്രൈവർ തിരക്കി. ദാ ഇത് തന്നെ. പറഞ്ഞതും ആഗതൻ കഴിച്ചുരുട്ടി ഒറ്റയടിയായിരുന്നു മൂക്കിനെ. ഡ്രൈവർ ഒന്ന് ഞരങ്ങി. പിന്നെ നിന്ന നിൽപ്പിൽ മലർന്നു വീണു. ആഗതൻ അയാളെ ഒരു ഭാഗത്തേക്ക് മാറ്റിക്കിടത്തി. അനന്തരം കണ്ണൻ മുതലാളിയുടെ കാറിൽ ചാരി നിന്നു. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഹോട്ടൽ വാച്ചറും ബൈററും ചേർന്ന് നിവർന്നു നിൽക്കാൻ പോലും കഴിയാത്ത കണ്ണൻ മുതലാളിയെ താങ്ങിക്കൊണ്ട് കാറിനടുത്തേക്ക് വന്നപ്പോൾ ആഗതൻ ഡോറ് തുറന്നു കൊടുത്തു. താൻ പുതിയ ഡ്രൈവറാണോ? വാച്ചർ ചോദിച്ചു. അതെ. പിന്നെ സംസാരമുണ്ടായില്ല. മുതലാളിയെ പിൻസീറ്റിൽ കിടത്തിയിട്ട് അവർ പോയി. യാതൊരു ധൃതിയും കൂടാതെ ആഗതൻ മുൻസീറ്റിൽ കയറി കാർ സ്റ്റാർട്ട് ചെയ്തു. കണ്ണൻ മുതലാളി ഉറക്കച്ചടവോടെ കണ്ണു തുറന്നു. അപ്പോൾ നേരം പുലർന്നിരുന്നു. അയാൾ കണ്ണു തിരുമ്മി ചുറ്റും നോക്കി. താൻ എവിടെയാണെന്ന് പിടികിട്ടാതെ വന്നപ്പോൾ നെറ്റിച്ചുളിഞ്ഞു. ഒരു കിടക്കയിലായിരുന്നു അയാൾ. പക്ഷേ ആരാണ് ഇവിടെ എത്തിച്ചത്? ഏത് വീടാണിത്? അയാൾ അമ്പരപ്പോടെ എണീറ്റു. അടഞ്ഞു കിടന്നിരുന്ന ജനാല തുറന്നു. തണുത്ത കാറ്റ് അകത്തേക്ക് അടിച്ചു കയറി. ഈ സ്ഥലം തനിക്ക് സുപരിചിതമാണെന്ന് അയാൾക്ക് തോന്നുമ്പോഴേക്കും പിന്നിൽ അടച്ചിട്ടിരുന്ന വാതിലിൽ ശബ്ദം കേട്ടു. കണ്ണൻ തിരിഞ്ഞു നോക്കി. ഒരു ചെറുപ്പക്കാരൻ. ഗുഡ് മോർണിംഗ് കണ്ണൻ മുതലാളി. അയാൾ മന്ദഹസിച്ചു. ഗുഡ് മോർണിംഗ്. കണ്ണൻ മുതലാളി അങ്ങനെ പറഞ്ഞുവെങ്കിലും ഈ ശബ്ദം താൻ നേരത്തെ എവിടെയാണ് കേട്ടിട്ടുള്ളതെന്ന ചിന്തയായിരുന്നു മനം നിറയെ. എന്നെ താങ്കൾക്ക് മനസ്സിലായി കാണത്തില്ല. ഞാൻ താങ്കളെ അല്പം ബുദ്ധിമുട്ടിയാണ് ഇവിടെ കൊണ്ടുവന്നത്. എന്തിന്? പറയാൻ കണ്ണാ. ഇങ്ങനെ ധൃതി വെച്ചാലോ? അയാളൊരു സിഗരറ്റ് കത്തിച്ചു. താൻ ഏതോ കുരുക്കിൽ അകപ്പെട്ടിരിക്കുകയാണെന്ന് കണ്ണന് ബോധ്യമായി. നിങ്ങളാരാണ്? ന്യായമായ ചോദ്യം. പറഞ്ഞാൽ കണ്ണൻ അറിയും. ഞാൻ ലക്ഷ്മണ. കണ്ണൻ നടുങ്ങിപ്പോയി. ലക്ഷ്മണ? തൻ്റെ 50 ലക്ഷം കൊണ്ടുപോയവൻ ഇതാ മുന്നിൽ നിൽക്കുന്നു. നിന്നെ ഞാൻ തിരയുകയായിരുന്നടാ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ ലക്ഷ്മണയുടെ നേരെ കുതിച്ചു ചാടി. അരുത് കണ്ണാ, കുട്ടികളിയൊന്നും വേണ്ട. ഞൊടിയിടയിൽ ലക്ഷ്മണയുടെ കയ്യിൽ ഒരു റിവോൾവർ പ്രത്യക്ഷപ്പെട്ടു. ഇതിനുള്ളിൽ നിന്ന് ഒരു തീയുണ്ട വന്നാൽ കണ്ണൻ്റെ ഹൃദയം പിളർന്നു പോകും. ഒരു അദൃശ്യ ഭിത്തിയിൽ ചെന്ന് തട്ടിയതുപോലെ കണ്ണൻ നിന്നു. അയാളുടെ മുഖത്തുകൂടി വിയർപ്പ് കണങ്ങൾ ചാലുകളായി ഒഴുകി. നീ എന്നെ ചതിച്ചു. ഹൃദയം പറഞ്ഞു പോകുന്ന വിഷമത്തോടെ കണ്ണൻ പറഞ്ഞു. നിന്നെ ഞാൻ ചതിക്കാൻ വന്നില്ലല്ലോ.
നിന്റെ ഇത്രയും പ്രായത്തിനിടയ്ക്ക് നീ ആരെയും ചതിച്ചിട്ടില്ലേ കണ്ണ? ആ ചോദ്യത്തിന് മുന്നിൽ കണ്ണൻ ഒന്ന് പതറിയപ്പോൾ ലക്ഷ്മണ തുടർന്നു. ആരെയും ചതിച്ചിട്ടില്ലെന്ന് ഉറപ്പ് പറയാമെങ്കിൽ നിന്നെ ഇപ്പോൾ തന്നെ ഞാൻ വിട്ടേക്കാം. നിന്റെ പണവും തിരിച്ചു തരാം. കണ്ണന് ശബ്ദിക്കാൻ കഴിഞ്ഞില്ല. നീ ചതിച്ചവരുടെയൊക്കെ പ്രതിനിധിയാണ് ഞാനെന്ന് കരുതിക്കോ. അധർമ്മത്തിന് എന്നും വിജയിക്കാൻ കഴിയില്ല. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്. അധർമ്മികളെ അധർമ്മം കൊണ്ട് നേരിടുക, അതാണ് എൻ്റെ സ്റ്റൈൽ. ഞാൻ നിങ്ങൾക്ക് എന്ത് ദ്രോഹം ചെയ്തു? അതോ 7 വർഷം മുമ്പ് നിങ്ങൾ വെറുമൊരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്നത് ഓർക്കുന്നുണ്ടോ? അന്നത്തെ ആഭ്യന്തരമന്ത്രിയുടെ മകളെയും പാവം പിടിച്ച ഒരു ചെറുപ്പക്കാരനെയും ഓട്ടോറിക്ഷയിൽ താൻ ഒരു വീട്ടിലെത്തിച്ചു. അന്നത്തെ SP-യുടെ മകൻ്റെയും മറ്റും പിന്തുണയോടെ. എന്നിട്ട് ആ പാവം പെണ്ണിനെ അവർ കൊന്നു. നിരപരാധിയായ ചെറുപ്പക്കാരനെ കുറ്റവാളിയുമായി ചിത്രീകരിച്ചു. പോലീസ് സ്റ്റേഷനിൽ താൻ പോലും സത്യം മറച്ചുവെച്ച് ആ ചെറുപ്പക്കാരനെ ചതിക്കുകയല്ലായിരുന്നോ? കണ്ണൻ്റെ മുഖം വിളറി വെളുത്തു. ലക്ഷ്മണ, ഞാൻ ഷട്ടപ്പ്. ഇനി സംസാരിച്ചാൽ നിന്റെ നാവ് ഞാൻ അരിഞ്ഞെടുത്ത് കളയും. കണ്ണൻ ലക്ഷ്മണയുടെ കാൽക്കലേക്ക് വീണു. കണ്ണൻ മുതലാളിയുടെ ഡ്രൈവർ പറഞ്ഞതത്രയും CI മാർട്ടിൻ ശ്രദ്ധയോടെ കേട്ടു. ലക്ഷ്മണയുടെ അജ്ഞാത മുഖം അയാളുടെ മനസ്സിൽ തെളിഞ്ഞു. ഹേമ കൊലക്കേസിൽപ്പെട്ട ഓരോരുത്തർക്കാണ് ഈ ദുരന്തങ്ങൾ സംഭവിക്കുന്നതെന്ന സംശയം അതോടെ ബലപ്പെട്ടു. ലക്ഷ്മണ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് വിജയൻ തന്നെയാണ്. താൻ പോയിക്കോ, ഞാൻ വേണ്ടത് ചെയ്യാം, ഡ്രൈവറോട് പറഞ്ഞിട്ട് CI മാർട്ടിൻ വേഗം തൻ്റെ ക്യാബിനിലേക്ക് കയറി. കണ്ണൻ മുതലാളിയെ ഇനി തിരിഞ്ഞിട്ട് യാതൊരു പ്രയോജനവുമില്ലെന്ന് മാർട്ടിന് അറിയാമായിരുന്നു. ഇത്രയും സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ലക്ഷ്മണ എന്ന വിജയൻ അയാളെയും കൊന്നിരിക്കാനാണ് സാധ്യത. അതുകൊണ്ട് ഹേമ കൊലക്കേസുമായി ബന്ധപ്പെട്ട് ഇനിയും ജീവിച്ചിരിക്കുന്നവരെ വാച്ച് ചെയ്താൽ തീർച്ചയായും ലക്ഷ്മണനെ കൊടുക്കാം എന്ന് അയാൾ തീർച്ചയാക്കി. ഫയലിലെ താളുകൾ അതിദ്രുതം മറിഞ്ഞു. CI മാർട്ടിൻ കണക്ക് നോക്കി. അന്നത്തെ SIയെയും ഇപ്പോൾ CI ആയി ജോലി നോക്കുന്ന കൃഷ്ണകുമാർ, മുൻ SP സത്യനാരായണൻ, വിജയൻ്റെ പഴയ സുഹൃത്ത് അലക്സാണ്ടർ, ഇവർ 3 പേർക്കും ഏത് നിമിഷവും അപകടം സംഭവിക്കാമെന്ന് അയാൾക്ക് തോന്നി. അവരെ വിവരമറിയിക്കുക തന്നെ അയാൾ തീരുമാനിച്ചു. എന്നാൽ പെട്ടെന്ന് അത് വേണ്ടെന്നും വച്ചു. രഹസ്യമായി അവരെ നിരീക്ഷിച്ചാൽ മതി. CI മാർട്ടിൻ തൻ്റെ സ്റ്റേഷനിലെ മിടുക്കന്മാരായ 6 കോൺസ്റ്റബിൾസിനെ അതിനായി നിയോഗിച്ചു. ഇത്തവണ ലക്ഷ്മണനെയല്ല, സാക്ഷാൽ ദേവൻ തമ്പുരാനാണെങ്കിലും തൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടില്ലെന്ന് അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു. തൊട്ടടുത്ത ദിവസം രാവിലെ കൊക്കയിൽ മറിഞ്ഞുകിടക്കുന്ന നിലയിൽ കണ്ണൻ മുതലാളിയുടെ കാർ കാണപ്പെട്ടു. അഗാധമായ കൊക്കയായിരുന്നു അത്. വളരെ ബുദ്ധിമുട്ടിയാണ് പോലീസ് സംഘം താഴെ ഇറങ്ങിയത്. വടം കെട്ടി അതിൽ തൂങ്ങിയിറങ്ങുക ആയാസകരമായിരുന്നു. താഴെ ചിതറിത്തെറിച്ചിരുന്ന മൃതദേഹം ചാക്കിൽ കെട്ടി മുകളിലേക്ക് ഉയർത്തുകയായിരുന്നു. വസ്ത്രം ഒന്നുകൊണ്ട് മാത്രമാണ് അത് കണ്ണൻ മുതലാളിയുടേതാണെന്ന് തിരിച്ചറിഞ്ഞത്. ബെൻസുകാരിൽ തന്നെ സന്ദർശിക്കാനെത്തിയ ലക്ഷ്മണയോട് ഡോക്ടർ നാസർ പറഞ്ഞു, എൻ്റെ 2ാമത്തെ സഹോദരിയുടെയും നിക്കാഹ് തീരുമാനിച്ചു. ഇത്തവണ ഞങ്ങളുടെ പ്രധാന അതിഥി ലക്ഷ്മണനായിരിക്കും. സോറി മിസ്റ്റർ നാസർ, ലക്ഷ്മണ ചിരിച്ചു. നിങ്ങളുടെ പെങ്ങളുടെ നിക്കാഹിൽ പോലീസ് ശല്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഞാൻ വരാൻ പാടില്ല. ലക്ഷ്മണയെ ആരും പിടിക്കില്ല, ഡോക്ടർ ഉറപ്പ് കൊടുത്തു. വേണ്ട ഡോക്ടർ, ലക്ഷ്മണ എണീറ്റു. ഞാൻ കാരണം മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടായിക്കൂടാ. ബെൻസ് കാർ ഗേറ്റ് കടന്നുപോയി. ഡോക്ടർ അത് നോക്കി നിന്നു. ഇത് എന്തൊരു മനുഷ്യനാണെന്ന് ചിന്തിക്കുകയും ചെയ്തു. ഈ അവസരത്തിൽ ലക്ഷ്മണ തൻ്റെ അടുത്ത ഇരയെ വെട്ടമിടാനുള്ള പ്രാരംഭ നടപടികൾ കൈക്കൊള്ളുകയായിരുന്നു. അലക്സാണ്ടർ ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് തല തിരിച്ച് ഡാഡിയെ നോക്കി. അവർ നാളെ രാത്രിയിൽ ഇങ്ങ് എത്തിച്ചേരും എന്നാണ് അറിയിച്ചത്. കരയിൽ നിന്നും 5 കിലോമീറ്റർ അകലെ അവർ നങ്കൂരമിടും. നമ്മൾ ബോട്ടുമായി അവിടെ എത്തണമെന്ന്. തോമസ് ജോർജിൻ്റെ നെറ്റി ചുളിഞ്ഞു. ഇത് റിസ്ക്കുള്ള പണിയാണ്. പിന്നെ ഏത് പണിക്കാണ് റിസ്ക് ഇല്ലാത്തത്? ബിസിനസ് പുരോഗമിക്കണമെങ്കിൽ നല്ലത് മാത്രം ചെയ്താൽ പറ്റില്ലല്ലോ. തന്നെക്കാൾ ഒരു പടി കൂടി മുന്നിലാണ് മകൻ എന്ന് തോമസ് ജോർജ് ഓർത്തു. ബിസിനസ്സിൻ്റെ തന്ത്രങ്ങളും തന്നെക്കാൾ കൂടുതൽ ഇവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാലും ഈ ബിസിനസ്സിനെ കുറിച്ച് ഒരു ഭയം പോലെ. തമിഴ് പുലികൾക്ക് ഒരു കപ്പൽ നിറയെ ആയുധങ്ങൾ എത്തുകയാണ്. ശ്രീലങ്കൻ തീരത്ത് എത്തിയാൽ അത് പിടികൂടുമെന്ന് ഉറപ്പായതിനാലാണ് ഇവിടെ എത്തിക്കുന്നത്. മത്സ്യബന്ധനക്കാരുടെ ബോട്ടിൽ കുറേശ്ശെയായി ശ്രീലങ്കയിൽ എത്തിക്കുവാനാണ് പരിപാടി. മുഴുവൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ കിട്ടുന്ന കമ്മീഷൻ 65 ലക്ഷം രൂപയാണ്. കപ്പലിൽ നിന്നും സാധനം വാങ്ങിക്കഴിഞ്ഞാൽ തിരികെ ഏൽപ്പിക്കുന്നതിനുള്ള പൂർണ്ണ ചുമതലയും തങ്ങൾക്ക് തന്നെ. അതിനിടെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഫലം ഭയാനകമായിരിക്കും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ മാത്രമാണ് തോമസ് ജോർജിന് പേടി. അലക്സാണ്ടർ കാണേണ്ടവരെയൊക്കെ കണ്ടിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. 50 ഫിഷിംഗ് ബോട്ടുകളാണ് അതിനായി തയ്യാറാക്കിയിരിക്കുന്നത്. അന്ന് മുഴുവൻ അലക്സാണ്ടർ അതിൻ്റെ തിരക്കിലായിരുന്നു. താൻ ആദ്യമായാണ് ഇത്രയും വലിയ ഒരു പരിപാടിക്ക് രൂപം നൽകുന്നതെന്ന് അവൻ ഇടയ്ക്കിടെ ഓർത്തു. ഈ സംരംഭം പൂർത്തിയായി കഴിഞ്ഞാൽ ആയുധ വ്യാപാരം നടത്താനാണ് അവൻ്റെ അടുത്ത പ്ലാൻ. വടക്കേ ഇന്ത്യൻ മോഡൽ ഇപ്പോൾ ഇവിടെയും ആരംഭിച്ചിരിക്കുകയാണ്. സ്കൂൾ കോളേജ് തല വിദ്യാർത്ഥികൾക്ക് കൈവശം കൊണ്ട് നടക്കാവുന്ന തരം തോക്കുകളും മറ്റു മാരകായുധങ്ങളും. ഇലക്ഷൻ സമയത്ത് സ്ഥാനാർത്ഥികളുടെ ഗാർഡുകൾക്ക് യന്ത്രത്തോക്കുകൾ. ഇതൊക്കെ തനിക്ക് പ്രൈവറ്റ് ബിസിനസ്സായി ഉയർത്തണം. അതാണ് സ്വപ്നം. അത് നടക്കുമെന്നും അവനറിയാം. അടുത്ത ദിവസം പകൽ അലക്സാണ്ടർ പലയിടത്തും സഞ്ചരിച്ചു. ഈ സമയത്തൊക്കെ 2 തീക്ഷ്ണ നയനങ്ങൾ തന്നെ പിന്തുടരുന്നത് അലക്സാണ്ടർ അറിഞ്ഞിരുന്നില്ല.
രാത്രി 50 ബോട്ടുകളിൽ വലയുമായി മത്സ്യബന്ധനക്കാർ എന്ന വ്യാജേന അലക്സാണ്ടറും കൂട്ടരും കപ്പലിനടുത്തേക്ക് തിരിച്ചു. അഥവാ കസ്റ്റംസുകാർ വന്നാൽ അവരെ കബളിപ്പിക്കാനാണ് ഇത്രയും ബോട്ട്. 25 ബോട്ടുകളിൽ മാത്രമേ ചരക്കിറക്കൂ. ബാക്കിയുള്ളവ മത്സ്യബന്ധനം നടത്തും. തിരികെ പോരുമ്പോൾ അവ മറ്റുള്ളവരുടെ ചുറ്റിലുമായി യാത്ര ചെയ്യണം എന്നാണ് അലക്സാണ്ടർ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. വെളുപ്പിന് 3 മണിയോട് കൂടിയാണ് കപ്പലിൽ തന്നെ സജ്ജമാക്കിയിട്ടുള്ള ഒരു ക്രെയിനിൻ്റെ സഹായത്തോടെ ആയുധങ്ങൾ ബോട്ടുകളിലാക്കിയത്. കപ്പലിൽ ഉണ്ടായിരുന്നവരോട് യാത്ര പറഞ്ഞ് അലക്സാണ്ടർ ബോട്ടിൽ കയറി. അടുത്ത സെക്കൻഡിൽ ബോട്ടുകൾ കരയെ ലക്ഷ്യം വെച്ച് നീങ്ങി. ബോട്ടുകൾ കരയ്ക്കെടുത്തു. പൊടുന്നനെ പൂരപ്പറമ്പ് പോലെ അവിടെ പ്രകാശമാനമായി. അലക്സാണ്ടർ ഞെട്ടലോടുകൂടി നോക്കി. കരയിൽ തോക്ക് ചൂണ്ടി നിൽക്കുന്ന 100 കണക്കിന് പോലീസുകാർ. ബോട്ടുകൾ തിരിച്ചുവിട്, അവർ അലറി. പക്ഷേ അതിനും കഴിഞ്ഞില്ല. ആഴിയുടെ നടുവിൽ ലൈറ്റുകൾ തെളിഞ്ഞു. അനേകം വെളിച്ചങ്ങൾ അവരെ വലയം ചെയ്തുകൊണ്ട് പുറംകടലിൽ നിന്നും വന്നു. കസ്റ്റംസ് ബോട്ടുകൾ, പോലീസ് ബോട്ടുകൾ. താൻ പത്മവ്യൂഹത്തിലാണെന്ന് അലക്സാണ്ടർ അറിഞ്ഞു. ഇവിടെ കീഴടങ്ങുന്നതാണ് ഉചിതമെന്ന് അയാൾക്ക് തോന്നി. കാരണം ഒരു തീപ്പൊരി വീണാൽ പിന്നീട് ആരും കാണില്ല. അലക്സാണ്ടർ, ഉച്ചഭാഷണിയിലൂടെ CI മാർട്ടിൻ്റെ ശബ്ദം അയാൾ കേട്ടു. കീഴടങ്ങുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ വെടിവെച്ചിടാനും ഞാൻ മടിക്കില്ല. പക്ഷേ പെട്ടെന്ന് അലക്സാണ്ടർ ഓർത്തു, താൻ പിടിക്കപ്പെട്ടാൽ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റിയെന്ന് വരില്ല. എത്ര കോടി രൂപയുടെ ആയുധങ്ങളാണ് ബോട്ടിൽ ഉള്ളതെന്ന് യാതൊരു ഊഹവുമില്ല. താൻ രക്ഷപ്പെട്ടാലും തനിക്കെതിരെ ആരും സാക്ഷി പറയില്ലെന്നും അവനുറപ്പുണ്ട്. ഒരു സെക്കൻഡ് അലക്സാണ്ടർ കടൽത്തിരകൾക്കിടയിലേക്ക് മറിഞ്ഞു. കരയിൽ അടിച്ചു തിമിർത്ത് തിരികെ വന്ന ഒരു തിരയോടൊപ്പം അവനും ആഴക്കടലിലേക്ക് ഊളിയിട്ടു. ബോട്ടുകളിൽ സെർച്ച് ലൈറ്റുകൾ തെളിഞ്ഞു. പക്ഷേ അലക്സാണ്ടറെ ആരും കണ്ടില്ല. അടുത്ത ദിവസം വാർത്ത പരന്നു. കോടിക്കണക്കിന് രൂപയുടെ ആയുധവേട്ട. തോമസ് ജോർജ് അറസ്റ്റിൽ. CI മാർട്ടിനു മാത്രം ക്രെഡിറ്റ് മുഴുവൻ. അയാളാണ് ഈ ഓപ്പറേഷന് നേതൃത്വം നൽകിയത്. പക്ഷേ ഒരു അജ്ഞാതൻ്റെ ഫോൺ സന്ദേശമാണ് തന്നെ ഇതിന് സഹായിച്ചതെന്ന് മാത്രം അയാൾ ശബ്ദിച്ചില്ല. അലക്സാണ്ടർ ആ പഴയ കെട്ടിടത്തിൽ തനിച്ചിരുന്ന് മദ്യപിച്ചു. തൻ്റെ ഇരുണ്ട ഭാവിയെക്കുറിച്ച് മാത്രമായിരുന്നു അയാളുടെ ചിന്ത. താൻ പുറം ലോകത്തേക്ക് ഇറങ്ങിയാൽ ഒന്നുകിൽ പോലീസ്, അല്ലെങ്കിൽ പുലികൾ. ആരെങ്കിലും തന്നെ വേട്ടയാടും. പുലികൾ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല. അവരുടെ കോടിക്കണക്കിന് രൂപയുടെ ആയുധങ്ങളാണ് താൻ കാരണം നഷ്ടപ്പെട്ടിരിക്കുന്നത്. അയാൾ ഒരു സിഗരറ്റ് കത്തിച്ചു. പുറത്തൊരു വാഹനം വന്നു നിന്നോ? ജനാലയിൽ വെളിച്ചത്തിൻ്റെ മിന്നൽ പോലെ. അലക്സാണ്ടറുടെ ഉള്ളിൽ ഒരു നടുക്കമുണ്ടായി. ഈ വീട്ടിൽ താൻ കാണുമെന്ന് അത്ര വേഗം ആരും അറിയുമെന്ന് തോന്നുന്നില്ല. എന്തോ ശബ്ദം വാഹനത്തിൻ്റെ ഡോറുകൾ തുറന്നടഞ്ഞ പോലെ. അയാൾ എണീറ്റു. ടീപ്പോയിൽ വെച്ചിരുന്ന റിവോൾവർ എടുത്തു. മുറിയിൽ കത്തിച്ചു വെച്ചിരുന്ന മെഴുകുതിരി ഊതിക്കെടുത്തി. മെല്ലെ ജനാലക്കരിയിലേക്ക് നീങ്ങി. ഒരു പാളി ശബ്ദമുണ്ടാക്കാതെ തുറന്ന് താഴേക്ക് നോക്കി. മങ്ങിയ നാട്ടു വെളിച്ചമുണ്ട്. പെട്ടെന്ന് അയാളുടെ മുഖത്തേക്ക് താഴെ നിന്നും ഒരു ടോർച്ചിലെ വെളിച്ചം വന്നടിച്ചു. ഹാ! കൈകൊണ്ട് മുഖം മറിച്ച് അലക്സാണ്ടർ പിന്നോട്ട് മാറി. ആ ക്ഷണം താഴെ നിന്നും വെടിപൊട്ടി. ജനൽ ഗ്ലാസ് ചിതറിപ്പോയി. അപകടം! ശത്രുക്കൾ തന്നെ കണ്ടെത്തിയിരിക്കുന്നു. തൻ്റെ ഉടൽ വിറയ്ക്കുന്നത് അലക്സാണ്ടർ അറിഞ്ഞു. എന്തു വേണം? ഒരു സെക്കൻഡ് ആലോചിച്ചു. ആ നേരത്തിനുള്ളിൽ താഴെ വാതിൽ തകർന്നു വീഴുന്നത് കേട്ടു. അലക്സാണ്ടർ ഇരുളിലൂടെ കുതിച്ചു. പൊടുന്നനെ മുഖമടച്ച ഒരടി കിട്ടി. അയാൾ പിന്നിലോട്ട് മലർന്നു വീണു. കയ്യിൽ നിന്നും റിവോൾവർ തെറിച്ചുപോയി. തൻ്റെ നേരെ ഇരുട്ടിലൂടെ ഒരു ചലനം. അയാൾ ആ രൂപത്തെ ചവിട്ടി വീഴ്ത്തിയിട്ട് വീണ്ടും ഓടി. താഴെ നിന്നും ഒന്നിലധികം പേർ ഓടിയെടുക്കുന്ന ശബ്ദം. അയാൾ ഇടനാഴിയിലൂടെ ഓടി. ഒരു വാതിൽ തുറന്നു. അവിടെ നിന്നും പുറത്തേക്ക് എടുത്തു ചാടി. കെട്ടിടത്തിൻ്റെ പിൻഭാഗമായിരുന്നു അത്. കമ്മ്യൂണിസ്റ്റ് പച്ചകൾ അവിടെ നിറഞ്ഞു നിന്നിരുന്നു. അയാൾ ഓടിയപ്പോൾ പന്നിയലികൾ വികൃത ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ചിതറിപ്പാഞ്ഞു. പിന്നിൽ വെടിയൊച്ചകൾ. കമ്മ്യൂണിസ്റ്റ് പച്ചകൾ ഒടിഞ്ഞു വീണു. പുറത്ത് വാഹനം സ്റ്റാർട്ടായി. ഒരു ബുൾഡോസർ പോലെ അത് കമ്മ്യൂണിസ്റ്റ് പച്ചകളെ ഇടിച്ചൊടിച്ചുകൊണ്ട് അലക്സാണ്ടറുടെ പിന്നാലെ വന്നു. ഹെഡ്ലൈറ്റുകളിലെ വെളിച്ചം അലക്സാണ്ടറുടെ പുറത്ത് പതിഞ്ഞു. ഒപ്പം വെടിപൊട്ടി. അയാൾ തറയിൽ വീണുരുണ്ടു. അവിടെ നിന്നിട്ട് വീണ്ടും ഓടി. മുന്നിൽ റോഡ്. ലൈറ്റ് ഇടാതെ പാഞ്ഞു വന്ന ഒരു മാരുതി വാൻ അയാൾക്ക് മുന്നിൽ സഡൻ ബ്രേക്ക് ഇട്ടു. അതിൻ്റെ പിന്നിലെ ഡോർ നിരങ്ങി മാറി. കയറിക്കോളൂ! ശബ്ദം കേട്ടതേ അയാൾ അകത്തേക്ക് ചാടിക്കയറി. വാതിൽ വലിച്ചടച്ചു. ലൈറ്റ് ഇടാതെ തന്നെ മാരുതി വാൻ പാഞ്ഞുപോയി. മാരുതി വാൻ ഒരു വീടിന് മുന്നിൽ നിന്നു. തണുത്ത കാറ്റ് വീശി വന്നു. കായലിലൂടെ പോകുന്ന കെട്ടുവള്ളങ്ങളിലെ വെളിച്ചം അലക്സാണ്ടർ കണ്ടു. അയാളുടെ നെറ്റി ചുളിഞ്ഞു. തനിക്ക് പരിചയമുള്ള ഒരു വീടാണിതെന്ന് അയാൾ ഓർത്തു. അപ്പോൾ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന മനുഷ്യൻ ഇറങ്ങി വന്നു. കമോൺ അലക്സാണ്ടർ! അയാൾ വാതിൽ തുറന്നു. ഇരുവരും അകത്തേക്ക് കയറി. മുറിയിലെ ലൈറ്റ് തെളിഞ്ഞു. താങ്കൾ ആരാണ്? അലക്സാണ്ടർ തിരക്കി. ഞാൻ ലക്ഷ്മണ. ആ പേര് കേട്ടപ്പോൾ അലക്സാണ്ടർ ഞെട്ടി. ലക്ഷ്മണ തുടർന്നു. ഞാനാണ് നിന്റെ ആയുധത്തെക്കുറിച്ച് പോലീസിൽ ഇൻഫർമേഷൻ കൊടുത്തത്. റാസ്കൽ! ലക്ഷ്മണയെ അടിക്കുവാൻ മുന്നോട്ട് കുതിച്ച അലക്സാണ്ടർ 100 കിലോ വരുന്ന ഒരു ഇടി മുഖത്തേറ്റ് മറിഞ്ഞു വീണു. മൂക്കിലൂടെ ചോര ഒഴുകി. മുൻനിരയിലെ 4 പല്ലുകൾ തെറിച്ചുപോയി. അലക്സാണ്ടറുടെ ശവശരീരം കടൽ തീരത്ത്. വാർത്തയറിഞ്ഞ് ആൾക്കാർ ഓടിക്കൂടി. ഒന്ന് നോക്കിയവർ ഒരിക്കൽ കൂടി നോക്കാതെ പിന്നിലേക്ക് മാറി. അത്രമാത്രം വികൃതമായിരുന്നു ആ ശവശരീരം. ശരീരത്തിലെയും മുഖത്തെയും മാംസത്തിൻ്റെ അധിക ഭാഗവും സ്രാവുകൾ കൊത്തിപ്പറിച്ചിരുന്നു. വസ്ത്രം കുറേ ഭാഗം മാത്രമുണ്ട്. ബാക്കിയൊക്കെ കീറിപ്പോയിരുന്നു.
പോലീസ് സംഭവസ്ഥലത്തെത്തി. 4 ദിവസങ്ങൾക്ക് മുമ്പ് തങ്ങളുടെ കസ്റ്റഡിയിൽ നിന്നും കടലിൽ ചാടിയ അലക്സാണ്ടർ ഇത്തരത്തിലാണ് കരയിൽ മടങ്ങി വന്നതെന്ന് അവർ കണക്കുകൂട്ടി. അങ്ങനെ തന്നെ എഴുതി ഫയൽ മടക്കുകയും ചെയ്തു. CI മാർട്ടിന് യാതൊരു സംശയവും തോന്നിയതുമില്ല. പോലീസ് സർജൻ നാസറുടെ റിപ്പോർട്ടിലാണെങ്കിൽ വെള്ളം കുടിച്ചുള്ള മരണമാണെന്നും 4 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നുവെന്നും മറ്റുമായിരുന്നു താനും. ഡോക്ടർ നാസറുടെ രണ്ടാമത്തെ പെങ്ങളുടെ നിക്കാഹും കഴിഞ്ഞു. കോഴി ബിരിയാണിയായിരുന്നു അതിഥികൾക്കായി ഒരുക്കിയിരുന്നത്. നിക്കാഹിന് ശേഷം ആദ്യത്തെ പന്തിയിലിരുന്ന ആൾക്കാർ ബിരിയാണി കഴിച്ച് ആമ്പക്കം വിട്ടുകൊണ്ട് ഇറങ്ങി വന്നു. ഒരു വൃദ്ധ മുസലിയാരും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. കൈ കഴുകിയിട്ട് ആ മനുഷ്യൻ നാസറുടെ അരികിലെത്തി. ഡോക്ടറെ, നമുക്കൊരു കാര്യം ചൊല്ലാനുണ്ട്. ഒന്നിവിടെ വരെ വരീൻ. ചുളിഞ്ഞ നെറ്റിയോടെ നാസർ വന്നു. അടുത്ത ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് വൃദ്ധൻ പറഞ്ഞു, താങ്കളുടെ സഹോദരിയുടെ വിവാഹത്തിന് ഞാൻ വന്നില്ലെന്ന് പരാതി ഇനി വേണ്ട. ഡോക്ടർക്ക് ഒന്നും പിടികിട്ടിയില്ല. ഞാൻ ലക്ഷ്മണ പറഞ്ഞതും മുസലിയാർ നടന്നു കഴിഞ്ഞു. നാസർ മിഴിച്ചു നിന്നു. മുൻ SP സത്യനാരായണൻ്റെയും ഇപ്പോൾ CI ആയിരിക്കുന്ന കൃഷ്ണകുമാറിൻ്റെയും പിന്നാലെ രഹസ്യമായി നിയോഗിച്ചിരുന്ന കോൺസ്റ്റബിൾമാരിൽ ചിലരിൽ നിന്നും മാർട്ടിന് സംശയം ജനിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ കിട്ടിക്കൊണ്ടിരുന്നു. പലതവണ അവർ സത്യനാരായണൻ്റെ വീടിനു മുന്നിലൂടെ ഒരാൾ തന്നെ വിവിധ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നത് കണ്ടു അത്രേ. തീർച്ചയായും അത് ലക്ഷ്മണയായിരിക്കുമെന്നായിരുന്നു അവരുടെ വിശ്വാസം. ഏത് നിമിഷവും ലക്ഷ്മണയെ പിടികൂടുവാൻ സാധിക്കുമെന്ന് CI മാർട്ടിനും തോന്നി തുടങ്ങി. വിജയൻ്റെ വീട്ടിലും ആരെങ്കിലും വന്നാലുടനെ തന്നെ വിവരമറിയിക്കുവാൻ അയാൾ ചില സജ്ജീകരണങ്ങൾ ചെയ്തിരുന്നു. ഒരു സന്ധ്യ കഴിഞ്ഞ നേരം പഴയ ഒരു കസ്റ്റമർ വിജയൻ്റെ വീട്ടുവാതിൽക്കിലെത്തി. സദാ തുറന്നു കിടക്കാറുണ്ടായിരുന്ന വാതിൽ അടഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ ആഗതന് അതിശയം. കോളിംഗ് ബെൽ അമർത്താനൊന്നും അയാൾ മെനക്കെട്ടില്ല. കൈകൊണ്ട് വാതിലിൽ ആഞ്ഞടിക്കുന്നതിനിടയിൽ അയാൾ കുഴഞ്ഞ ശബ്ദത്തിൽ ഇങ്ങനെ വിളിച്ചു പറയാൻ തുടങ്ങി. എടി മാധവിയേ, ഇത് ഞാനാടി, സേവ്യർ. വാതിൽ തുറക്കടി. എടി സേവ്യർ ചായ വന്നിരിക്കുന്നത് നിന്റെ മക്കളോട് പറ. അല്പനേരം കഴിഞ്ഞിട്ടും പ്രതികരണമൊന്നും ഉണ്ടാകാഞ്ഞപ്പോൾ അയാൾ കുറെ കൂടി ഉച്ചത്തിൽ വിളിച്ചു. മാധവിയേ, നിന്റെ പെൺമക്കൾ ഇവിടെ ഇല്ലേടി? വന്ന് വാതിൽ തുറക്കടി. ഞാൻ ചവിട്ടി പൊളിക്കണ്ടെങ്കിൽ. എന്നതാടി ഇപ്പം അച്ചായനെ നിനക്കൊന്നും വേണ്ടല്ലേ? വലിയ വലിയ മുതലാളിമാർ കാറിൽ കയറ്റിക്കൊണ്ട് പോയിക്കൊള്ളുമല്ലോ അല്ലേ? ഇത്രയും ആയപ്പോഴേക്കും ഒരു ജനൽപ്പാളി തുറക്കപ്പെട്ടു. മാധവി. ആരാ? എന്തു വേണം? അവർ ചോദിച്ചു. ഇത് നല്ല കൂത്ത്. ആരാന്നോ? അച്ചായനെ ഇത്ര വേഗം അങ്ങ് മറന്നു പോയോടി. അച്ചായന് എന്താ വേണ്ടതെന്ന് നിനക്കറിയത്തില്ലേ കൊച്ചുകള്ളി? മാധവൻ ഗൗരവത്തിലാണ്. ഇവിടെ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ പോകണം. പോകാനോ? ഇന്നെന്താടി ഒരു പുതുമയൊക്കെ? അകത്ത് വേറെ പാർട്ടികളുണ്ടോടി? നീ കതക് തുറക്ക്. അച്ചായൻ കാത്തിരിക്കാൻ വേണ്ടി. ഞങ്ങൾ അത്തരം പരിപാടികൾ ഉപേക്ഷിച്ചു. കള്ളം പറയാതിരി കൊച്ചുകള്ളി. കാശ് തരത്തില്ലെന്ന സംശയം കൊണ്ടാണെങ്കിൽ ഇതാ നോക്ക്. അയാൾ കീശയിൽ നിന്ന് ഒരു പിടി നോട്ട് വാരി കാണിച്ചു. ഞാൻ കാര്യമായി തന്നെ പറഞ്ഞതാ. അണ്ണാൻ മൂത്താലും മരകയറ്റം മറക്കുമോടി? ചിലപ്പോൾ മറന്നെന്ന് വരും. അങ്ങനെ ഇപ്പം ഞാൻ പോകുന്നില്ല. എൻ്റെ കാശ് കുറച്ച് നീയൊക്കെ മേടിച്ചിട്ടുള്ളതല്ലേടി? മര്യാദയ്ക്ക് തുറക്കടി വാതിൽ, അല്ലെങ്കിൽ ഞാൻ തൊഴിച്ചു തുറക്കും. ഇത്രയും ആയപ്പോഴേക്കും എവിടെ നിന്നറിഞ്ഞില്ല ഒരാൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു. മാധവിയുടെ കണ്ണുകൾ വിടർന്നു. ലക്ഷ്മണ. തനിക്കെന്ത് വേണം? അത് ചോദിക്കാൻ താനാരാ? മുഖമടച്ചൊരു അടിയായിരുന്നു മറുപടി. സേവ്യർ വട്ടം ചുറ്റി തറയിൽ വീണു. എണീക്കടാ. സേവ്യർ ഒരുവിധാന എഴുന്നേറ്റതും ഒറ്റയോട്ടം. ലക്ഷ്മണ സാവധാനം ഗേറ്റിലേക്ക് നടന്നു. തൊട്ടപ്പുറത്ത് അയാളുടെ കാർ കിടപ്പുണ്ടായിരുന്നു. ലക്ഷ്മണ അതിൽ കയറിയതും വെടിയുണ്ട കണക്കെ പാഞ്ഞു വന്ന പോലീസ് ജീപ്പ് മുന്നിൽ കുറുകെ നിന്നു. ലക്ഷ്മണ ഒന്ന് ഞെട്ടി. ഞൊടിയിടയിൽ അയാൾ തൻ്റെ കാർ പിന്നോട്ടെടുത്തു. റിവോൾവറുമായി CI മാർട്ടിൻ ചാടിയിറങ്ങിയപ്പോഴേക്കും കാർ പാഞ്ഞു കഴിഞ്ഞിരുന്നു. അയാൾ നിറയൊഴിച്ചു. എന്നാൽ കാർ റിവോൾവർ റേഞ്ചിനും അപ്പുറത്തെത്തിയിരുന്നു. കമോൺ. മാർട്ടിൻ ജീപ്പിൽ ചാടിക്കയറി. ഇത്തവണ അവനെ വിട്ടുകൂടാ. ജീപ്പും തിരിഞ്ഞു. കാറിന് പിന്നാലെ അതും പാഞ്ഞു. കുറേ കഴിഞ്ഞപ്പോൾ മുന്നിലെ വളവിൽ ഒരു ചുവന്ന വെളിച്ചം അപ്രത്യക്ഷമാകുന്നത് കണ്ടു. വേഗം വേഗം. 1 കിലോമീറ്റർ കൂടി കഴിഞ്ഞപ്പോൾ റോഡരികിൽ ആ കാർ കിടക്കുന്നത് കണ്ടു. ജീപ്പ് അതിനടുത്ത് നിന്നു. CIയും പോലീസുകാരും ചാടിയിറങ്ങി കാർ വളഞ്ഞു. പക്ഷേ കാറിനുൾവശം ശൂന്യമായിരുന്നു. ഒരു കടലാസ് തുണ്ട് അവരെ കാത്ത് സീറ്റിൽ ഇരിക്കുന്നു. വീണ്ടും കാണാം മാർട്ടിൻ. മാർട്ടിൻ ആ കടലാസ് ചുരുട്ടിയെറിഞ്ഞു. അയാളുടെ പല്ലുകൾ ഞെരിഞ്ഞു. നമ്പർ പോലും ഇല്ലാത്ത കാറായിരുന്നു അത്. 2 ദിവസങ്ങൾ കൂടി പിന്നിട്ടു. രാവിലെ CI മാർട്ടിൻ സ്റ്റേഷനിലിരിക്കുമ്പോൾ ഫോൺ ശബ്ദിച്ചു. സാർ, സത്യനാരായണൻ സാറിനെ കാറിൽ കയറ്റിക്കൊണ്ട് ഒരു മനുഷ്യൻ ടൗണിലേക്ക് പോന്നിട്ടുണ്ട്. ലക്ഷ്മണ തന്നെയാണ് അതെന്നാണ് എൻ്റെ വിശ്വാസം. കോൺസ്റ്റബിളിൻ്റെ ശബ്ദം. CI മാർട്ടിന് ഉദ്യോഗമായി. ടെൽമി, എങ്ങനെയാണ് സംഭവിച്ചത്? സത്യനാരായണൻ സാർ സഞ്ചരിച്ചിരുന്ന കാർ തനിയെ നിന്നു. ലക്ഷ്മണ എന്തെങ്കിലും ചെയ്തിരിക്കാനാണ് സാധ്യത. തൊട്ട് പിന്നിൽ തന്നെയുണ്ടായിരുന്നു അയാളുടെ കാറും. സത്യനാരായണൻ സാറിൻ്റെ കാർ നിന്നയുടനെ അയാളും കാർ നിർത്തി. ഏറെ പ്രയത്നിച്ചിട്ടും കാർ സ്റ്റാർട്ടാകാതെ വന്നപ്പോൾ സത്യനാരായണൻ സാർ ഒരു ലിഫ്റ്റിനായി റോഡിലേക്ക് ഇറങ്ങി നിന്നു. ഇത് കണ്ടയുടനെ ആ മനുഷ്യൻ കാർ മുന്നോട്ടെടുത്തു. സത്യനാരായണൻ സാർ കൈനീട്ടി കാർ നിന്നു. അദ്ദേഹത്തെയും കയറ്റി കാർ കുതിച്ചു പായുകയായിരുന്നു. ബൈക്കിലായിരുന്നിട്ടും എനിക്ക് കാറിനൊപ്പം എത്താൻ കഴിഞ്ഞില്ല. ഒരു പബ്ലിക് ടെലിഫോൺ ബൂത്തിൽ നിന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. കാറിൻ്റെ നമ്പർ നോട്ട് ചെയ്തോ? ഉവ്വ് സാർ. അയാൾ നമ്പർ പറഞ്ഞു കൊടുത്തു. ഓക്കെ, താൻ നേരെ പോകുക. ബാക്കിയൊക്കെ ഞാൻ ചെയ്തുകൊള്ളാം.
ഫോൺ ഡിസ്കണക്ട് ചെയ്തിട്ട് മാർട്ടിൻ കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ടു. വയർലെസ് വഴി സിറ്റിയിലെ എല്ലാ കേന്ദ്രങ്ങളിലേക്കും മെസ്സേജ് നൽകി. നമ്പറുള്ള വെളുത്ത അംബാസഡർ കാർ എവിടെ കണ്ടാലും ഉടൻ കസ്റ്റഡിയിലെടുക്കുക. അതിലുള്ളവരാരും രക്ഷപ്പെടരുത്. പോലീസ് ജാഗരൂകരായി. എന്നാൽ അതിനും അരമണിക്കൂർ മുമ്പ് ലക്ഷ്മണ താൻ സഞ്ചരിക്കുന്ന കാറിലെ ഒരു സ്വിച്ച് അമർത്തി. കാറിൻ്റെ നമ്പർ അടിയിലേക്ക് മറിയുകയും മറ്റൊന്ന് തെളിയുകയും ചെയ്തു. മുൻ സീറ്റിൽ സുഖമായി ചാരിയിരുന്ന് അപ്പോൾ ഉറങ്ങുകയായിരുന്നു മുൻ SP സത്യനാരായണൻ. എടോ സത്യനാരായണ, ഒരു കാലത്ത് താൻ ഒരുപാട് തന്തയ്ക്ക് പ്രകാരിക കാണിച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ കാക്കിയിട്ടുണ്ട്. പക്ഷേ കാക്കി ഊരി കഴിയുമ്പോൾ ഇതിനെല്ലാം തിരിച്ചടിയുണ്ടാകുമെന്ന് താൻ കരുതിയിരുന്നോടോ നായൻ്റെ മോനെ? സത്യനാരായണൻ തൻ്റെ മുന്നിൽ നിൽക്കുന്ന അധികായനെ സൂക്ഷിച്ചു നോക്കിയതല്ലാതെ അതിന് മറുപടി പറഞ്ഞില്ല. തൻ്റെ നാവിറങ്ങിപ്പോയോടാ. മകനൊരു പെണ്ണിനെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊലപ്പെടുത്തിയപ്പോഴും ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ്റെ തലയിൽ അത് കെട്ടിവയ്ക്കാനല്ലായിരുന്നോ നിനക്ക് ധൃതി? ലക്ഷ്മണ ഒരു സിഗരറ്റിന് തീ കൊളുത്തി. ഈ നാട് ഭരിച്ച ആഭ്യന്തരമന്ത്രിയെയും നിന്റെ മോൻ കൊന്നില്ലേ? അതും ആ പാവം ചെറുപ്പക്കാരൻ്റെ തലയിൽ കെട്ടിവെച്ചില്ലേ നീ? വിയർത്തുപോയി സത്യനാരായണൻ. കസേരയിൽ കൈകൾ പിന്നിലേക്ക് ചേർത്ത് കെട്ടിയിരിക്കുന്നതിനായിരുന്നാൽ അദ്ദേഹത്തിന് അവിടെ നിന്നൊന്ന് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല. നിന്റെ മോൻ പോയ സ്ഥലത്തേക്ക് നിന്നെയും ഞാൻ അയക്കുന്നുണ്ട്, നാളെ തന്നെ. ലക്ഷ്മണ കാലുയർത്തി ഒറ്റ ചവിട്ട്. സത്യനാരായണൻ കസേരയോടൊപ്പം പിന്നിലേക്ക് മലർന്നു വീണു. അപ്പോഴും അയാളൊന്നും സംസാരിച്ചില്ല. നെയ്യാർ ഡാമിൽ മുതലകൾ കടിച്ചു കീറി തിന്ന നിലയിൽ ഒരു ശവശരീരം കിടക്കുന്നു. അവിടം ഇപ്പോൾ മുതലകളുടെ വിഹാര രംഗമായതിനാൽ ഒരു മനുഷ്യജീവി വെള്ളത്തിൽ വീണുപോയതായി അസ്ഥികൾ പോലും തിരികെ കിട്ടുക പ്രയാസം. ഇവിടെ ഈ മൃതദേഹത്തിൻ്റെയും തലമുടിയും നട്ടെല്ലും അങ്ങനെയുള്ള ചില ഭാഗങ്ങൾ മാത്രമാണ് അവശേഷിച്ചിരിക്കുന്നത്. കൈക്കാലുകൾ പൂർണ്ണമായും മുതലകൾ കടിച്ചു തിന്നു കഴിഞ്ഞിരുന്നു. വസ്ത്രത്തിൻ്റെ ഏതാനും ഭാഗങ്ങൾ കരയ്ക്ക് കിടന്നുകൊണ്ടാണ് ഇവിടെയും ആളിനെ തിരിച്ചറിഞ്ഞത് മുൻ SP സത്യനാരായണൻ. ഇനി ഒരാൾ കൂടിയേ അവശേഷിക്കുന്നുള്ളൂ, CI കൃഷ്ണകുമാർ. അയാളെയെങ്കിലും നേരത്തെ വിവരമറിയിക്കാൻ മാർട്ടിൻ തീരുമാനിച്ചു. ട്രാഫിക്കിലാണ് ഇപ്പോൾ കൃഷ്ണകുമാർ. ഉച്ച കഴിഞ്ഞാണ് CIമാർ രണ്ടും കണ്ടുമുട്ടിയത്. അവർ പോലീസ് ക്ലബിലേക്ക് പോയി ഓരോ പെഗ് അകത്താക്കി കഴിഞ്ഞാണ് മാർട്ടിൻ പ്രശ്നം അവതരിപ്പിച്ചത്. കൃഷ്ണകുമാർ ഏതാനും നിമിഷങ്ങളോളം സംസാരിക്കാതെ ഇരുന്നു പോയി. അയാളുടെ മനസ്സിൽ ആ പഴയ സംഭവം ഒരു ചലച്ചിത്രത്തിലേതുപോലെ തെളിഞ്ഞു വരികയായിരുന്നു. ഇല്ല മിസ്റ്റർ മാർട്ടിൻ, കൃഷ്ണകുമാർ തറപ്പിച്ചു പറഞ്ഞു. എൻ്റെ നേരെ വന്നാൽ അവൻ പിന്നെ ജീവനോടെ പോകില്ല. വെട്ടി തുണ്ടം തുണ്ടമാക്കി കളയും ഞാൻ അവനെ. കൃഷ്ണകുമാർ സൂക്ഷിക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഓക്കെ താങ്ക് യു മാർട്ടിൻ. ഏതായാലും ഇപ്പോഴെങ്കിലും എനിക്കിത് അറിയുവാൻ സാധിച്ചത് നന്നായി. മാർട്ടിൻ യാത്ര പറഞ്ഞിറങ്ങിയിട്ടും കൃഷ്ണകുമാർ അവിടെ തന്നെ ഇരുന്നു. അയാൾ ഒരു പെഗ്ഗിന് കൂടി ഓർഡർ കൊടുത്തു. രാത്രി ഡ്യൂട്ടിയായിരുന്നു കൃഷ്ണകുമാറിന്. അയാൾ ബീച്ചിലൂടെ ജീപ്പ് ഓടിച്ചു വരുമ്പോൾ പിന്നിൽ നിന്നും ഒരു അംബാസഡർ കാർ വന്നു. ഹോൺ മുഴക്കുകയോ സിഗ്നൽ കാട്ടുകയോ ചെയ്യാതെ കാർ ഓവർടേക്ക് ചെയ്തു. അതിനിടയിൽ ജീപ്പിൻ്റെ ബോണറ്റിൽ ചേർന്ന് ഉരഞ്ഞു. നിർത്തടാ കാർ, കൃഷ്ണകുമാർ അലറി. പോടർ റാസ്കൽ, കാറിൻ്റെ ഡ്രൈവർ തല പുറത്തേക്ക് നീട്ടി പറഞ്ഞിട്ട് ആക്സിലേറ്ററിൽ കാലമർത്തി. അവനെ അങ്ങനെ വിട്ടുകൂടുന്ന കൃഷ്ണകുമാറും തീരുമാനിച്ചു. 2 വാഹനങ്ങളും മത്സരിച്ചോടി. നഗരം പിന്നിട്ടു. കാറിന് മുന്നിൽ കടക്കാൻ കൃഷ്ണകുമാറിന് കഴിഞ്ഞില്ല. ഇതിനിടെ കാറിൻ്റെ ഡ്രൈവർ ബ്രേക്ക് അമർത്തി. ഇൻസ്പെക്ടർക്ക് ബ്രേക്ക് അമർത്താൻ കഴിഞ്ഞില്ല. ജീപ്പ് കാറിൻ്റെ പിന്നിൽ വന്നിടിച്ചു. അതേ സെക്കൻഡിൽ കാർ മുന്നോട്ട് പാഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ 2-3 തവണ ആവർത്തിച്ചു. CI കൃഷ്ണകുമാറിനും വാശിയായി. എന്തു വന്നാലും കാറുകാരനെ പിടിക്കുക തന്നെ. വാഹനങ്ങൾ തീർത്തും വിജനമായ പാതയിൽ എത്തിയപ്പോൾ പൊടുന്നനെ കാർ നിന്നു. ഡ്രൈവർ അതിൽ നിന്നിറങ്ങി. കാറിന് പിന്നിൽ ജീപ്പും നിന്നു. ഹെഡ്ലൈറ്റുകളുടെ വെളിച്ചത്തിൽ കാറിൽ നിന്നിറങ്ങിയ മനുഷ്യനെ കൃഷ്ണകുമാർ കണ്ടു. പൊടുന്നനെ മാർട്ടിൻ്റെ വാക്കുകൾ അയാളുടെ ഓർമ്മയിലെത്തി. ലക്ഷ്മണ എന്ന വിജയൻ, അവനാണിത്. റിവോൾവർ കയ്യിലെടുത്തുകൊണ്ട് കൃഷ്ണകുമാറും ഇറങ്ങി. ഇരുവരും മുഖാമുഖം നോക്കി. നിന്നെ ഇവിടെ എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. ആം ലക്ഷ്മണ ഫ്രം ബോംബെ. അതേ സെക്കൻഡിൽ കൃഷ്ണകുമാർ ട്രിഗർ അമർത്തി. 6 വെടിയുണ്ടകൾ ലക്ഷ്മണയുടെ മാറിടത്തിൽ തന്നെ പതിച്ചു. ലക്ഷ്മണയുടെ മാറിടം അരിപ്പ പോലെ കീഞ്ഞിട്ടുണ്ടാവുമെന്നാണ് CI കൃഷ്ണകുമാർ വിചാരിച്ചത്. എന്നാൽ അയാൾ നിവർന്നു നിന്ന് ഉറക്കെ ചിരിച്ചപ്പോൾ ആ മുഖം വിളറിപ്പോയി. എടോ, വെറും മടയന്മാരല്ല ബോംബെ അധോലോകക്കാർ. തനിക്കറിയാമോ, തൻ്റെ റിവോൾവർ കാലിയായില്ലേ? ബുള്ളറ്റിന് പകരം ഇനി താൻ എന്തെടുത്തിട്ട് വെടിവെക്കും? അതിൽ ഒരു വെടിയുണ്ട എൻ്റെ തലയ്ക്ക് നേരെ ആയിരുന്നെങ്കിൽ എൻ്റെ കാറ്റ് പോകില്ലായിരുന്നോ? കൃഷ്ണകുമാർ ഭയത്തോടെ ലക്ഷ്മണയെ നോക്കി. വെടിവെക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാട്ടിത്തരാം. ലക്ഷ്മണയുടെ കയ്യിൽ ഒരു റിവോൾവർ പ്രത്യക്ഷപ്പെട്ടു. CI കൃഷ്ണകുമാറിൻ്റെ കാൽമുട്ടുകളിൽ ദ്വാരം വീണു. അതുവഴി ചുവന്ന ദ്രാവകം ചീറ്റിത്തെറിച്ചു. വല്ലാതൊരു അലർച്ചയോടെ കൃഷ്ണകുമാർ മലർന്നു വീണു. അതും സംഭവിച്ചു. തലയ്ക്ക് കൈകൊടുത്ത് ഇരുന്നു പോയി CI മാർട്ടിൻ. അവൻ്റെ ദൗത്യം തീർത്ത് ഇപ്പോൾ ബോംബെക്ക് മടങ്ങിയിട്ടുണ്ടാവും. അയാൾ പിറുപിറുത്തു. ശരീരം മുഴുവൻ ആസിഡ് ഒഴിച്ച് പൊള്ളിച്ച നിലയിലായിരുന്നു CI കൃഷ്ണകുമാറിൻ്റെ ശവശരീരം കണ്ടുകിട്ടിയത്. ഫോൺ ശബ്ദിച്ചു. CI മാർട്ടിൻ അറ്റൻഡ് ചെയ്തു. വല്ലാത്തൊരു അമ്പരപ്പുണ്ടായി ആ മുഖത്ത്. ഞാൻ ഉടനെ എത്താം സർ. അപ്പോൾ തന്നെ അയാൾ ജീപ്പിൽ കയറി. SP ഓഫീസ്. തൻ്റെ മേലുദ്യോഗസ്ഥൻ പറയുന്നത് മാർട്ടിൻ ശ്രദ്ധയോടെ കേട്ടു. അതീവ രഹസ്യമായി കിട്ടിയ വിവരമാണ്. വൈകിട്ടത്തെ ഫ്ലൈറ്റിൽ ബോംബെ അധോലോക ചക്രവർത്തി മഹാരാജ റെഡ്ഡിയാർ കേരളത്തിലെത്തുന്നു. ആഗമനോദ്ദേശം അറിവായിട്ടില്ലെങ്കിലും നമുക്ക് അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയ കേസുകളൊന്നുമില്ല. സാർ,
ലക്ഷ്മണ അയാളുടെ അനുയായിയാണെന്ന കാര്യം പറഞ്ഞ് ഇമ്പോസിബിൾ. താനുമായി തെറ്റിപ്പിരിഞ്ഞാണ് ലക്ഷ്മണ കേരളത്തിലേക്ക് പോകുന്നതെന്ന് അയാൾ പറഞ്ഞാൽ? അതിന് മാർട്ടിൻ മറുപടി പറഞ്ഞില്ല. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് മറ്റൊന്നാണ്. SP രാമസ്വാമി തുടർന്നു. അയാളെ ഫോളോ ചെയ്യുക, എന്തൊക്കെയാണ് ഉദ്ദേശങ്ങൾ എന്നൊക്കെ അറിയുക. സർ, അധികം ആളെ ഉപയോഗിച്ച് സംഗതി കുളമാക്കേണ്ട. സർ, 4-5 പേർ, അത് മതി. സാധാരണ വേഷത്തിൽ പല ഭാഗങ്ങളിലായി അവർ കാത്തു നിൽക്കുക. ബൈക്കിൽ വയർലെസ് വഴി പരസ്പരം ബന്ധപ്പെടുക. യെസ് സർ. മാർട്ടിൻ എഴുന്നേറ്റു. എയർപോർട്ട് കസ്റ്റംസ് ക്ലിയറൻസ് കഴിഞ്ഞ് പുറത്തു വന്ന ഓരോരുത്തരെയും ഇൻസ്പെക്ടർ മാർട്ടിൻ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആരെയോ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ മാത്രമായിരുന്നു അയാൾ. പാൻറ്റും ഷർട്ടും കയ്യുറയും ധരിച്ച് കഴുത്തിൽ നീളം കുറഞ്ഞ കട്ടിയുള്ള ചെയിനുമിട്ട് മുഖത്ത് ചെറിയ ഗ്ലാസും വെച്ച് ചുയിങ്കം ചവച്ചുകൊണ്ട് അലസനായി നിൽക്കുന്നവൻ. കയ്യിൽ ഒരു ഹെൽമറ്റ് ഇരിപ്പുണ്ട്. അകത്തുനിന്നും വരുന്ന 3 പേരിൽ അയാളുടെ കണ്ണുകൾ മാറി മാറി പതിഞ്ഞു. കുർത്തയണിഞ്ഞ ഒരു യുവാവ്, പറ്റെ വെട്ടിയ മുടിയും താടിയും, കൂളിംഗ് ഗ്ലാസ്. അയാൾക്ക് ഇരുവശത്തും അംഗരക്ഷകരെ പോലെ 2 പേർ. അവർ പുറത്തു വന്നയുടനെ ഒരു കാർ വന്ന് മുന്നിൽ നിന്നു. 2 പേർ പിന്നിലും ഒരാൾ മുന്നിലും കയറി. കാർ കുതിച്ചു. CI മാർട്ടിൻ വേഗം ബൈക്കിനടുത്തെത്തി. ഹെൽമറ്റ് വെച്ചു. ബൈക്കിൽ കയറും മുമ്പ് അയാൾ കണ്ടു തറയിൽ പരന്നിരിക്കുന്ന പെട്രോളിൻ്റെ രൂക്ഷഗന്ധം. ബൈക്കിൻ്റെ ടാങ്കിൽ ഒരു തുള്ളി പെട്രോൾ പോലുമില്ലെന്ന് അയാൾ അറിഞ്ഞു. പെട്രോൾ തുറന്നിട്ട് ആരോ ട്യൂബ് കട്ട് ചെയ്തിരിക്കുകയായിരുന്നു. ശത്രുക്കൾ പിന്നാലെ ഉണ്ടായിരുന്നെന്ന് മാർട്ടിന് തോന്നി. അയാൾ വേഗം വയർലെസ് ഓൺ ചെയ്തു. സന്ധ്യ കഴിഞ്ഞ നേരത്ത് ആ കാർ ഒരിക്കൽ വിജയൻ ഫാമിലിയെ കൊണ്ടുവന്ന ആ വീടിൻ്റെ മുറ്റത്ത് വന്നു നിന്നു. കായൽക്കരയിലെ വീട്. ഉടൻ വാതിൽക്കൽ ലക്ഷ്മണ പ്രത്യക്ഷപ്പെട്ടു. സാബ്, ഞാൻ കാത്തിരിക്കുകയായിരുന്നു. കാറിൽ നിന്നിറങ്ങിയ മഹാരാജ റെഡ്ഡിയാറെ വണങ്ങിയിട്ട് അയാൾ പറഞ്ഞു. നാസറെ കൊണ്ടുവന്നിട്ടുണ്ടോ? റെഡ്ഡിയാർ തിരക്കി. ഉവ്വ്, കഷ്ടിച്ച് 10 മിനിറ്റായി. റെഡ്ഡിയാർ ചിരിച്ചു. ഓപ്പറേഷനുകൾ സുഖകരമായിരുന്നല്ലോ? യെസ് സാബ്. അവർ അകത്ത് കയറി വാതിലടഞ്ഞു. അകത്തെ വിശാലമായ റൂം. വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അത്. തലക്കീഴായി അവിടെ തൂങ്ങിക്കിടക്കുന്ന കുറേ മനുഷ്യർ. CI കൃഷ്ണകുമാർ, മുൻ SP സത്യനാരായണൻ, വിക്ടർ, അലക്സാണ്ടർ, ഹെഡ് കോൺസ്റ്റബിൾ ശേഖരപിള്ള, കണ്ണൻ. മഹാരാജ റെഡ്ഡിയാർ അവരെ നോക്കി ചിരിച്ചു. എങ്ങനെയുണ്ട്? സൗഖ്യമാ? ആരും മറുപടി പറഞ്ഞില്ല. ഒരു കസേരയിൽ ഇരിക്കുകയായിരുന്ന പോലീസ് സർജൻ നാസർ എണീറ്റ് മഹാരാജ റെഡ്ഡിയാറെ തൊഴുതു. അദ്ദേഹത്തോട് ഇരിക്കാൻ ആംഗ്യം കാണിച്ചിട്ട് റെഡ്ഡിയാർ തുടർന്നു. ഈ കെട്ടിടം 1 വർഷം മുമ്പ് ഞാൻ ആരും അറിയാതെ വിലയ്ക്ക് വാങ്ങിയത് എന്തിനാണെന്നറിയാമോ? ഇതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും കൂടി ഒരു സ്വീകരണം തരുവാൻ. അതിൻ്റെ കാരണവും അറിയാമല്ലോ. 7 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാവം പെൺകുട്ടിയുടെ കൊലപാതകം നടന്നത് ഈ കെട്ടിടത്തിൽ വച്ചാണ്. അതിന് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കാരണക്കാരായവരാണ് നിങ്ങളെല്ലാം. അത് കേട്ടപ്പോൾ ഡോക്ടർ നാസറും ഒന്നും ഞെട്ടാതിരുന്നില്ല. അന്നത്തെ പോസ്റ്റ്മോർട്ടം നടത്തിയതും താൻ തന്നെയായിരുന്നു വിക്ടർ പറഞ്ഞതനുസരിച്ച്. പക്ഷേ അക്കാര്യം ആർക്കും അറിയില്ലെന്ന് അയാൾ ആശ്വസിച്ചു. ഡോക്ടർ, റെഡ്ഡിയാർ നാസറുടെ നേരെ തിരിഞ്ഞു. ഇവർക്കൊക്കെ ഓരോ ഇഞ്ചക്ഷൻ നൽകണം. അതിനാണ് നിങ്ങളെ കൊണ്ടുവന്നത്. ഡോക്ടർ സന്തോഷിച്ചു. താൻ പേഴ്സ് പോലെ ഒന്നുമില്ല. മഹാരാജ റെഡ്ഡിയാർ 7 ബോട്ടിലുകളും സിറിഞ്ചും മറ്റും എടുത്തു കൊടുത്തു. ഡോക്ടർ 6 പേർക്കും ഇഞ്ചക്ഷൻ നൽകി. എതിർക്കാനുള്ള ശക്തി അവർക്കില്ലായിരുന്നു. ഈ ഒരെണ്ണം ഇനി ഡോക്ടർക്കാണ്, റെഡ്ഡിയാർ പറഞ്ഞു. തലയിൽ ബോംബ് വീണതുപോലെ അയാൾ നടുങ്ങി. അതെ, ഡോക്ടറും ഈ പട്ടികയിലുള്ള ആളാണെന്ന കാര്യം ഞാൻ മറന്നിട്ടില്ല. ലക്ഷ്മണ മുന്നോട്ട് വന്നു. അരുത്. ഡോക്ടർ പിന്നോട്ട് മാറി. നിമിഷങ്ങൾക്കകം ഡോക്ടറും തലക്കീഴായി തൂങ്ങി. ഡോക്ടർക്ക് ഞാൻ ഇഞ്ചക്ഷൻ തരാം. വേണ്ട വേണ്ട, ഡോക്ടർ പിടഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ലക്ഷ്മണ പിടിച്ചു കൊടുത്തു. മഹാരാജ റെഡ്ഡിയാർ അയാൾക്ക് ഇഞ്ചക്ഷൻ കൊടുത്തു. ഇപ്പോൾ പൂർത്തിയായി. റെഡ്ഡിയാർ ചിരിച്ചു. ഡോക്ടർ, ഓരോ പോസ്റ്റ്മോർട്ടവും കഴിയുമ്പോഴും നിങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം തന്നത് എന്തിനാണെന്നറിയാമോ? നിങ്ങൾ ഇല്ലാതെ വന്നാൽ നിങ്ങളുടെ പെങ്ങന്മാർ തെരുവ് വേശികൾ ആകാതിരിക്കാൻ, ചരിത്രം ആവർത്തിക്കാതിരിക്കാൻ. റെഡ്ഡിയാർ തൻ്റെ മാസ്കും ടോപ്പും ഊരി മാറ്റി. തൂങ്ങിക്കിടന്നവർ 7 പേരും മിഴിച്ചുപോയി. അന്നത്തെ വിജയൻ തന്നെ. അപ്പോൾ ലക്ഷ്മണ? നിങ്ങളെല്ലാം കരുതി ലക്ഷ്മണയാണ് വിജയൻ എന്ന്, അല്ലേ? അല്ല, ഇവൻ എൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണ്. റെഡ്ഡിയാർ ലക്ഷ്മണയെ ചേർത്ത് പിടിച്ചു. ഇവന് പകരം ഇവിടേക്ക് വരാനിരുന്നത് ഞാനാണ്. പക്ഷേ എല്ലാവരെയും ഒന്നിച്ച് കിട്ടിയിട്ട് മതി ഞാൻ വരുന്നതെന്ന് തീരുമാനിച്ചതും ഇവൻ തന്നെയാണ്. ഞങ്ങളെ കൊല്ലരുത് വിജയ, CI കൃഷ്ണകുമാർ വിക്കി പറഞ്ഞു. ഒരിക്കലുമില്ല. ശേഷിച്ച നിങ്ങളുടെ ജീവിതം എല്ലാം ഓർത്തുകൊണ്ട് ഇഞ്ചിഞ്ചായി കഴിയാനുള്ളതാവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. നിങ്ങൾക്കാർക്കും ഇനി രക്ഷപ്പെടാൻ കഴിയില്ല. ശക്തിയായ എയ്ഡ്സ് വൈറസുകളാണ് ഇഞ്ചക്ഷനിലൂടെ നിങ്ങളുടെ ഉള്ളിലായിരിക്കുന്നത്. വളരെ വേഗത്തിൽ ഫലം ചെയ്യാനുള്ള മരുന്നും ഒപ്പമുണ്ട്. ഞാൻ പോലീസിന് ഫോൺ ചെയ്യാം. അവർ നിങ്ങളെ വീടുകളിലെത്തിക്കും. നിങ്ങളെന്ന് കരുതി അടക്കം ചെയ്തത് സെമിത്തേരികളിൽ നിന്നും കൊണ്ടുവന്ന ശവങ്ങളായിരുന്നെന്ന് നാസറിനല്ലാതെ ആർക്കും അറിയില്ലല്ലോ. മഹാരാജ റെഡ്ഡിയാറും കൂട്ടരും തിരിച്ചിറങ്ങി. അപ്പോൾ അകലെ നിന്നും അനേകം വാഹനങ്ങൾ അടുത്തു വരുന്നത് കണ്ടു. പോലീസാണ്, റെഡ്ഡിയാർ പറഞ്ഞു. കമോൺ. കാർ ഉപേക്ഷിച്ച് അവർ കായൽ തീരത്തെത്തി. അവിടെ സൈലൻസർ ഘടിപ്പിച്ച സ്പീഡ് ബോട്ട് കാത്തു കിടക്കുകയായിരുന്നു. അവർ അതിൽ കയറി. അത് പാഞ്ഞുപോയി. കടലിൽ നങ്കൂരമിട്ട് കിടക്കുന്ന കപ്പൽ. ബോട്ട് അതിനരികിൽ നിന്നു. കയർ ഗോവണി വഴി 5 പേരും ഡെക്കിലെത്തി. അവിടെ അവരെ പ്രതീക്ഷിച്ച് ചിലർ നിന്നിരുന്നു. വിജയൻ്റെ അമ്മയും സഹോദരിമാരും. ലക്ഷ്മണനാണ് അവരെ അവിടെ എത്തിച്ചത്. ഡെക്കിലെ വെളിച്ചത്തിൽ വിജയൻ അവരെ കണ്ടു.
അവർ വിജയനെയും. 7 വർഷത്തിന് ശേഷമുള്ള കൂടിക്കാഴ്ച. മോനെ, മാധവി അയാളുടെ മാറിലേക്ക് വീണു. സത്യം അറിയാതെ അന്ന് ഞങ്ങൾ മോനോട്. സാരമില്ലമ്മേ. വിജയൻ അമ്മയെ ആശ്വസിപ്പിച്ചിട്ട് സഹോദരിമാരെ നോക്കി. കഴിഞ്ഞതൊക്കെ മറന്നുകള മക്കളെ. ഇനിയൊരു പുതിയ ജീവിതമാണ്. ബോംബെയിലെത്തുമ്പോൾ നിങ്ങളെ കാത്ത് ഒരിക്കലും മറക്കാനാവാത്ത നല്ല ജീവിതം കാത്തു നിൽക്കുകയായിരിക്കും. ഏട്ടാ. പെൺകുട്ടികളും അയാളെ കെട്ടിപ്പിടിച്ചു. അപ്പോഴേക്കും കപ്പൽ നീങ്ങി തുടങ്ങിയിരുന്നു. ആ മഹാനഗര തുറമുഖം ലക്ഷ്യമാക്കി. ശുഭം.